Dawn to Dusk यानी same day delivery only on Flipkart. ഇനി ഇരട്ടി സ്വർണം നേടാം അൽ മുക്തദിർ ജ്വല്ലേഴ്സ്. നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 2020 ലോകകപ്പിൽ ഇന്ന് ഫൈനൽ പോരാട്ടമാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാത്രി 8 മണിക്കാണ് മത്സരം. എന്തായാലും ആ മത്സരത്തിന്റെ വിശദവിവരങ്ങൾ ഒപ്പം തത്സമയ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്കും സജീവമാണ്. എൽദോപ്പോൾ പുതുശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സ്പോർട്സ് ഡെസ്ക് സജീവമാണ്. അത് പ്രേക്ഷകരിലേക്ക് ഓരോ മണിക്കൂറിലും നമ്മുടെ പ്രതീക്ഷയും അവിടെ നിന്നുള്ള വിവരങ്ങളും ഒക്കെ എത്തിക്കും. ഒപ്പം മഴ ദുരിതം അത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. കാരണം മഴ കനക്കുകയാണ്. ഇന്നും പലയിടത്തും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു കരുതൽ വേണം എല്ലാവർക്കും. നമുക്ക് പലയിടത്തു നിന്നുമുള്ള ദുരിതങ്ങൾ കാണുന്നുണ്ട്. കൃഷി നശിക്കുന്ന അതടക്കം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട്. എന്തായാലും വിശദമായി നമുക്ക് ഓരോ വാർത്തയിലേക്കും പോകാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് 2020 വാർത്തയിലേക്ക് പോകാം. ഇന്ന് കലാശ പോരാട്ടം. ഇന്നാണ് 2020 ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം നടക്കുക. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാത്രി 8 മണിക്ക് ബ്രിഡ്ജ് ടൗണിലെ ബാർബഡോസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 2007 കിരീടം നേടിയ ഇന്ത്യ ഇത് 3ാം തവണയാണ് ഫൈനൽ കളിക്കുന്നത്. കന്നി ഫൈനലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക്. മഴ ഭീഷണി ഉണ്ടെങ്കിലും മത്സരം തടസ്സപ്പെടില്ല എന്നാണ് പ്രവചനം. ഫൈനൽ തടസ്സപ്പെട്ടാൽ റിസർവ് ദിനത്തിലേക്ക് മത്സരം മാറ്റും. അങ്ങനെ 2020 ലോകകപ്പിന് ഇത് ഫൈനൽ പോരാട്ടമാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും മുഖാമുഖം എത്തുന്നു. ദക്ഷിണാഫ്രിക്ക ആദ്യമായി ഫൈനലിലെത്തുമ്പോൾ ഇന്ത്യ 3ാം തവണയാണ് ഫൈനലിലെത്തുന്നത്. ഏകദിന ലോകകപ്പിലും 2020 ലോകകപ്പിൽ 2 തവണയും ദക്ഷിണാഫ്രിക്ക സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യം അത് എല്ലാ കാലത്തും വേട്ടയാടുന്ന സംഘമാണ് ഇന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഫൈനലിന് ഇന്ന് ബാർബഡോസിൽ ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2 ടീമുകളും ഈ ടൂർണമെന്റിൽ ഉടനീളം തോൽവി അറിയാതെ മുന്നേറിയ 2 സംഘങ്ങളാണ് എന്നുള്ളതാണ്. തോൽവി അറിയാതെ എത്തിയ 2 സംഘങ്ങൾ, അതായത് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ മുഖാമുഖം എത്തുന്നു ഫൈനൽ പോരാട്ടത്തിൽ എന്നുള്ള പ്രത്യേകതയാണ് ഈ ലോകകപ്പിലേത്. ഒരുപക്ഷെ വന്ന വഴി നോക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയാണ് അല്പം കൂടി കഠിനമായിട്ടുള്ള വഴിയിലൂടെ കടന്നെത്തിയത് എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യ ആധികാരികമായ എല്ലാ മത്സരങ്ങളും ജയിച്ചെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്ക പലപ്പോഴും ഒന്ന് ഭയപ്പെട്ട് തന്നെയാണ് ചില കുഞ്ഞൻ സംഘത്തോടുൾപ്പെടെ എത്തിയത് എന്നുള്ളത് ഓർക്കണം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണം. പ്രധാനമായും ദക്ഷിണാഫ്രിക്കയുടെ ബോളർമാർ റബാദയും യാൻസനും അതിഗംഭീര ഫോമിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്പിന്നർമാരും കേശവ് മഹാരാജും ഒപ്പം തബ്രീസ് ഷംസിയും 2 പേരും ഫോമിലാണ്. 2 പേസർമാരും ഫോമിലാണ്. മറുവശത്ത് ഇന്ത്യയുടെ ബാറ്റർമാർ, അതിൽ രോഹിത് ശർമ്മയുടെ ഫോമാണ് ഏറ്റവും പ്രധാനം. ശിവൻ ദുബെയും വിരാട് കോഹ്ലിയും നിറം മങ്ങുന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷ വയ്ക്കുന്നു ആരാധകർ. കാരണം ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരങ്ങളിൽ എല്ലാ കാലത്തും ഫോമിലേക്ക് വരുന്ന താരമാണ് വിരാട് കോഹ്ലി. ആ പ്രതീക്ഷയിലാണ് ഇന്ത്യ ഇന്ന് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ബാർബഡോസിൽ പതിവായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പിന്നർമാർക്ക് അനുകൂലമാകാറുണ്ട്, അത്യാവശ്യം പേസർമാർക്ക് ഗുണം ചെയ്യാറുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുൽദീപ് യാദവിൻ്റെയും അക്സർ പട്ടേലിൻ്റെയും ബോളിംഗ് പ്രകടനം ഇന്ത്യക്ക് ഏറെ നിർണായകമാകും. 2020 ലോകകപ്പിന്റെ ആദ്യ പതിപ്പിൽ 2007 പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടമെടുത്ത ഇന്ത്യ പിന്നീട് 2014 ഫൈനലിൽ എത്തുന്നത്. പക്ഷേ അന്ന് ശ്രീലങ്കയോട് പരാജയപ്പെട്ടു. ഇക്കുറി വീണ്ടും ഒരു ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് ആ കിരീടം ഒരിക്കൽ കൂടി നേടിയെടുക്കാൻ കഴിയുമോ? രോഹിത് ശർമ്മയ്ക്ക് ഒരു കപ്പ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിലെ മുഴുവൻ ആളുകളും. ഇതുവരെയും ഒരു കിരീടത്തിലേക്ക് രോഹിത്തിന് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ICC ടൂർണമെന്റുകളുടെ ഫൈനൽ കളിച്ച ടീം എന്ന നിലയിൽ പോലും ഇന്ത്യക്ക് ജയം സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നത് ആ ഫൈനലിൽ കാലിടർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ആ കാരണം ഇന്ന് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ബാർബഡോസിൽ നേരിയ മഴ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഫൈനലിന് ഒരു റിസർവ് ദിനം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ഇന്ത്യൻ ആരാധകർ നിറഞ്ഞെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഫൈനൽ ദിനത്തിൽ. ഏറ്റവും ഒടുവിൽ കാത്തിരിക്കാം ആരായിരിക്കും ചാമ്പ്യന്മാരെന്ന്, ഇന്ത്യയോ ദക്ഷിണാഫ്രിക്കയോ. എന്തായാലും ഫൈനൽ മത്സരം ആവേശമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആരാധകർ. പലയിടത്തും ഇതിനായി ബിഗ് സ്ക്രീനുകൾ സജ്ജമായി കഴിഞ്ഞു. ഇന്ത്യയുടെ ജയം പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുമ്പോഴും ആദ്യമായി ഒരു ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്ന സൗത്ത് ആഫ്രിക്കയോട് സെന്റിമെന്റ്സ് അടിച്ചു കൂടുന്നവരും ഉണ്ട്. 2020 ലോകകപ്പിന്റെ ഫൈനലിന്റെ ഒരു ആവേശം അത് വീട്ടിലിരുന്ന് കണ്ടാൽ അതൊന്നും കൃത്യമാവില്ല. കാരണം അത് അതേ ആവേശത്തോടെ ഉൾക്കൊള്ളണം. അതിനെ
കൊച്ചിയിലേക്ക് വരുമ്പോൾ പലയിടത്തും കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ദേശാഭിമാനി റോഡിലുള്ള കറുകപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ദേശാഭിമാനി കറുകപ്പള്ളി റോഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ സൗകര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. കാരണം മഴയുള്ളതുകൊണ്ട് അതൊന്ന് മാറ്റിയെടുക്കുക. കാരണം കള്ളി കണ്ട് ആസ്വദിക്കുക എന്നൊരു സൗകര്യാർത്ഥം അതൊരു ഇൻഡോർ രീതിയിലേക്കെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഒരു ഹൈലൈറ്റ്സും കാര്യങ്ങൾക്കെല്ലാം തന്നെയും വലിയ ആവേശത്തോടുകൂടി തന്നെ സ്വീകരിക്കുന്നു. നമുക്കൊപ്പം സിദ്ദീഖ് കറുകപ്പള്ളി ചേരുന്നു. സിദ്ദീഖ്, വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ സ്വാഭാവികമായി ഇന്ത്യ ജയിക്കുമെന്നുള്ള? ഒന്നും പറയാനില്ല. എന്തായാലും ഇന്ത്യ കപ്പടിക്കും, കൺഫേം ആയിട്ട് അടിക്കും. അതിനുള്ള ബിഗ് സ്ക്രീൻ തന്നെ ഇവിടെ റെഡിയാക്കിയേക്കണം. ഇന്ന് വൈകുന്നേരം നമുക്ക് ഇന്ന് റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും. ആഘോഷിക്കാൻ തയ്യാറെടുപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കണേന്, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണേന്. പല സ്ഥലങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ കോൾ ചെയ്തുകൊണ്ടിരിക്കണേ ഇവിടെ കളി വെക്കണ്ടെന്ന് വെച്ചാൽ. അപ്പൊ നമ്മള് എന്ത് കളി ഉണ്ടെങ്കിലും, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും, നമ്മൾ കറുകപ്പള്ളിയിൽ ഈ ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ബിഗ് സ്ക്രീൻ ഒരുക്കാറുണ്ട്. എല്ലാം ഇവിടെ ഉണ്ട്. നൈറ്റ് എല്ലാം കളിയെല്ലാം വെച്ചിട്ടുണ്ട്. അതാണ് ഈ സ്പോർട്സിനോടുള്ള ഇവിടുത്തുകാരുടെ ഒരു ഇഷ്ടം എടുത്തു പറയേണ്ടത്. എന്താണ്? ഞാൻ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. കുഴപ്പമില്ല, ആവേശമാണ്. വെച്ചാൽ സൗത്ത് ആഫ്രിക്കനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം സൗത്ത് ആഫ്രിക്ക കപ്പടിക്കണമെന്നാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്ക ഒരു ഇതിൽ തന്നെ വരുന്നത്. അത് നാളത്തെ നമുക്ക് കളിയിൽ കാണാം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ അവരെന്നെ ഒന്ന് കപ്പടിക്കട്ടെ എന്നാണ് എന്റെ ഒരു ചെറിയ താല്പര്യം. സൗത്ത് ആഫ്രിക്ക അതൊക്കെ ഇന്ത്യ തന്നെ. നമ്മള് എന്നും ഇന്ത്യനെ നെഞ്ചില് ഉയർത്തിയാണ് വെച്ചേക്കണത്. എന്തായാലും ഇന്ത്യനെ ജയിക്കും. ആർക്കൊരു ആനുകൂല്യം ഇല്ല. സൗത്ത് ആഫ്രിക്ക എന്നല്ല, ഇനി ഒരു ടീം വന്നാലും ഇപ്പത്തെ ഇന്ത്യനെ തോപ്പിക്കാൻ നടക്കണ ദിവസമല്ല. കാര്യം കഴിഞ്ഞ വേൾഡ് കപ്പ് 50 ഫൈനലില് ഓസ്ട്രേലിയ നമുക്കിട്ടൊന്ന് പണിത്, അത് കഴിഞ്ഞ കളിയിൽ തിരിച്ചു കൊടുത്ത്. അതിന് മുമ്പത്തെ 2020 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് നമുക്കിട്ടൊന്ന് പണിത്, ആ ഇംഗ്ലണ്ട് പലിശതായി മിനിഞ്ഞാന്ന് കൊടുത്തു രാത്രി. ഇന്ന് രാത്രി വരുന്ന കളിയിൽ വൺ സൈഡ് ഗെയിമായിട്ട് ഇന്ത്യ ജയിക്കുമെന്നാണ്. വൺ സൈഡ് ഗെയിമായിട്ട് വിരാട് കോഹ്ലി ഫോമിലല്ലെന്ന് പറയുന്നുണ്ട്. ഇത് വിരാട് കോഹ്ലിയുടെ കളിയാണ് ഇനി വരാൻ പോണത് ഈ ഫൈനല്. അയാൾ അങ്ങനെയുള്ള കളികളെ കളിക്കുള്ളൂ. ചേസ് കിങ് ആണ് അയാൾ തന്നെ കളിക്കും. ഡൂബെ മാറിയിട്ട് സഞ്ജു അല്ലെന്നാണ് നമ്മുടെ മലയാളികളുടെ ആഗ്രഹം. കാര്യം ഇത്രയും കളി കൊടുത്തിട്ട് ഡൂബെ ഒന്നും കാണിച്ചിട്ടില്ല. ബോൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഡൂബേനെ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവാണ് ഏറ്റവും നല്ലത്. സഞ്ജുവിനെ ഇറക്കണം എന്നാണ് നമ്മൾ. ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ടാവും. ഉറപ്പായിട്ട് ഇന്ത്യ തന്നെ അടിക്കുള്ളൂ. വൺ സൈഡ് ഗെയിമായിട്ട് ഇന്ത്യ തന്നെ കപ്പ് അടിക്കുള്ളൂ. വലിയ ആവേശമാണ് എല്ലാവരും നിൽക്കുന്നത്. എന്താണ്? അതെ, ഇന്ത്യ തന്നെ അടിക്കുള്ളൂ. ഇല്ല, ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ തന്നെ ജയിക്കും. പിന്നെ ഇന്ത്യ തന്നെ അടിക്കും. മറ്റൊന്നുമില്ല, ഒരു സൗത്ത് ആഫ്രിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ ചേർത്തിയാൽ ബാക്കി എല്ലാവരും തന്നെയും ആവേശത്തോടുകൂടി ഈ കളിയാരവങ്ങളിലേക്ക് വരാൻ വേണ്ടി എല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. കാരണം ഇത് തീർത്തും ഒരു ആവേശത്തോടെ ഏറ്റുവാങ്ങാനുള്ള ഒരു ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലെ? തയ്യാറെടുത്തിരിക്കുകയാണ്. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്, നമ്മുടെ ടീം നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2023 വേൾഡ് കപ്പ് ഫൈനലിൽ നമ്മ തോറ്റുപോയി, ഓസ്ട്രേലിയയുടെ തോറ്റ. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം നമുക്ക് സൗത്ത് ആഫ്രിക്കനെ കിട്ടിയത്. സൗത്ത് ആഫ്രിക്ക ഇത്ര നാളായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ടായില്ല. നമുക്ക് ഇന്ത്യക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക കിട്ടാനാണ് നമുക്ക് ആഗ്രഹം. ഇപ്പൊ നമ്മൾ ഇന്ത്യ അതാണ്, നമുക്ക് അടുത്ത ആരാധകരാണ്. നമ്മളെല്ലാ ബാറ്റ്സ്മാൻമാരൊക്കെ നല്ല ഫോമിൽ തന്നെയാണ്, അവർ ഫോമിൽ തന്നെയാണ്. പിന്നെ നമുക്ക് രോഹിത് ശർമ്മക്ക് നല്ല പ്രതീക്ഷയുണ്ട്, രോഹിത് ശർമ്മയുടെ ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നല്ലൊരു ക്യാപ്റ്റനാണ്. ഇപ്പൊ 2 വേൾഡ് കപ്പ് അടുപ്പിച്ച് നമ്മൾ ഫൈനലിൽ കയറി. അതെ, വലിയ ആവേശത്തോടുകൂടി തന്നെ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നു. ഇതുപോലുള്ള ഈ ബിഗ് സ്ക്രീനിലേക്ക് പലയിടങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ ഇതുപോലെ ആരാധകരെ കൊണ്ട് നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അതാണ് കൊച്ചിയിലെ ആവേശം. കൊച്ചിയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു സ്ഥലത്തെ ആവേശമാണ് നമ്മൾ കണ്ടത്. ഇതുപോലെയുള്ള ബിഗ് സ്ക്രീനുകൾ പലയിടത്തും ഉണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് കൊച്ചി. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും അവിടെയും ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇന്ത്യൻ താരം സഞ്ജു സാംസന്റെ സ്വന്തം ഗ്രൗണ്ടായ MCJ എന്ന് വിളിക്കുന്ന മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ലോകകപ്പ് പ്രതീക്ഷകളും വിശേഷങ്ങളും നമുക്ക് കാണാം.
ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ പോരാട്ടത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോഴുള്ളത് സഞ്ജു സാംസൺ, ഇന്ത്യൻ ടീമിലുള്ള സഞ്ജു സാംസൺ കൊച്ചുനാളിലെ മുതൽ കളിച്ച് വളർന്ന MCG എന്ന മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ പ്രാക്ടീസും മറ്റുമായി കുറേയധികം ആളുകളുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊന്ന് നോക്കാം. പ്രതീക്ഷ എങ്ങനെ? ഇന്ത്യ ജയിക്കും 100%. എന്തുകൊണ്ട്? ഇന്ത്യ ജയിക്കും. അതാണ് ഇത്രയും നാളത്തെ കളി കണ്ടിട്ട് ഇന്ത്യ ജയിക്കുന്നതാണ് നമ്മൾ ഇത്ര നാളായിട്ട് കളിക്കുന്നു. സൗത്ത് ആഫ്രിക്ക എങ്ങനെ വിലവർച്ച? ഇല്ല, വിലവർച്ച കാണാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തില്ലേ കളിക്കാവൂ, സംസാരിക്കാവൂ. ഓക്കെ. സഞ്ജു സാംസൺ ടീമില്ല, ടീം വരുമെന്ന് തോന്നുന്നു. അതൊരു നഷ്ടമാണ്. നമ്മൾ പ്രതീക്ഷിച്ചു. പന്ത് ഇവിടെയാണ് കളിച്ച് വളർന്നത്, എന്നിട്ട് ഇവിടെ ടീമിലിറക്കിയില്ല. ഇന്നത്തെ മത്സരത്തെ കുറിച്ച് ഇന്ത്യനെ കപ്പടിക്കും, വേറെ മാറ്റമില്ല. ആര് തിളങ്ങുമെന്ന് തോന്നുന്നു? രോഹിത് ശർമ്മ തന്നെ. രോഹിത് ശർമ്മ തന്നെ. സഞ്ജുവിന്റെ ഒരു അഭാവമുണ്ട്. അത് ടീമിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നീ സ്ക്വാഡിൽ വരുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. എങ്ങനെയുണ്ട് ചേട്ടാ? രോഹിത് ശർമ്മ അമ്പടിയും ഇന്ത്യ കപ്പടിക്കും. അതായത് ധോണിക്കും കപിൽ ദേവിനൊക്കെ ശേഷം ഒരു ലോകകപ്പ് T20 ധോണിക്ക് ശേഷം ആദ്യമായി ഒരു കപ്പെടുക്കുന്നത് രോഹിത് ശർമ്മ ആയിരിക്കും 100%. നമ്മളൊപ്പം സ്റ്റേറ്റ് ക്യൂറേറ്റർ ബിജു കൂടി ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് കാണുന്നത്? ഇന്നത്തെ മത്സരം നല്ലൊരു മത്സരമായിരിക്കും. കാരണം രണ്ട് ഫൈനലിൽ വരാനായിട്ട് അർഹതപ്പെട്ട രണ്ട് ടീമാണ് ഫൈനലിൽ വന്നത്. എല്ലാ കളികളും ജയിച്ച് ഇന്ത്യ എല്ലാ കളികളും ജയിച്ചാണ് ഫൈനലിൽ വന്നത്. അപ്പോൾ ഇന്ത്യൻ ടീമിനാണ് കപ്പെടുക്കാനുള്ള മുൻതൂക്കം. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ പെർഫോം ചെയ്ത് വന്നത്. ബാറ്റിംഗ് സൗത്ത് ആഫ്രിക്കയെ നമുക്ക് തള്ളിക്കറിയാൻ സാധിക്കില്ല. കാരണം അവരും ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് മികച്ച ടീമുകളുള്ള ഒരു 11 കൂടിയാണ് സൗത്ത് ആഫ്രിക്ക നിലയിലുള്ളത്. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. എങ്കിലും ആ ടീമുകളെ ഇപ്പൊ IPL നമ്മൾ IPL നടന്നപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് കളിക്കുന്ന മാക്സിമം പ്ലേയേഴ്സിന് ഇന്ത്യൻ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ഒപ്പോണന്റ് എന്നുള്ള രീതിയിലല്ല അവർ. അതുകൊണ്ടാണ് ഇപ്പൊ രോഹിത് ശർമ്മയൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഈസി ആയിട്ടാണ് മിച്ചൽ സ്റ്റാർക്കിനെയും ബാക്കിയുള്ളവരൊക്കെ അവർ ഫേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ, അതായത് ഇപ്പം ഇന്ത്യയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ബാറ്റിംഗിലായിരുന്നാലും ബൌളിംഗിലായിരുന്നാലും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ പിച്ചിന്റെ അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം പിച്ച് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളൊക്കെ തുടക്കത്തിലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ബാറ്റ്സ്മാൻമാർക്ക് താളം കെട്ടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുതന്നെ വിരാട് കോഹ്ലി എന്ന അതായത് IPL മികച്ച ഫോമിൽ നിന്ന ബാറ്റ്സ്മാൻ കൂടിയാണ്. പക്ഷേ ഈ അമേരിക്കൻ പിച്ചിലേക്ക് വന്നപ്പോൾ താളം കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പിച്ച് അത് ഏത് തരത്തിലായിരിക്കും? ആ പിച്ച് അമേരിക്കൻ പിച്ച് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിംഗ് വിക്കറ്റുകളായിരുന്നു മിക്കതും. ഡ്രോപ്പിംഗ് വിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മോയ്സ്ചറൊക്കെ കുറവായിരിക്കും. അതുമല്ല അതിൽ ബൗൺസ് അൺഈവനായിരിക്കും. അപ്പം നോർമലായിട്ട് സ്ട്രൈറ്റ് ബാറ്റ് കളിച്ച് വരുന്ന, അതായത് ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കളിക്കുന്ന ഒരാളാണ് വിരാട് കോഹ്ലി. അപ്പോൾ അവർക്ക് ആ ബോളിന്റെ ഒരു അൺപ്രഡിക്റ്റബിൾ അത് വരുമ്പോൾ അവർക്ക് എന്തായിരുന്നാലും അവരുടെ താളം തെറ്റും. എങ്കിലും ഒരു മേൽക്ക് ഇന്ത്യക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇതുവരെയും സൗത്ത് ആഫ്രിക്ക കപ്പ് എടുത്തിട്ടില്ല. അതിന്റെ ഒരു പ്രഷർ അവർക്കുണ്ട്. ഇന്ത്യൻ ടീമിന് അങ്ങനെയല്ല. ഇന്ത്യൻ ടീം ഇപ്പം കപ്പ് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് എന്തുകൊണ്ടും ഒരു അനുകൂല ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക്. ഇപ്പോൾ പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ഒരു കപ്പ് കിട്ടട്ടെ എന്നുള്ള ഒരു പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷനും ആ കളിയോടുള്ള ഒരു സമീപനവും കാണുമ്പോൾ പുള്ളിക്ക് ഒരു കപ്പ് കിട്ടട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇതാണ് നമുക്കുള്ളത്. മലയാളികളെ സംബന്ധിച്ച് സഞ്ജു സാംസൺ കളിച്ചു വളർന്നിട്ടുള്ള ഒരു പിച്ച് കൂടിയാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഗ്രൗണ്ട്. അത്തരത്തിൽ സഞ്ജു ടീമിലുണ്ട്. ആദ്യ 11 ഇതുവരെയും വരാൻ സാധിച്ചില്ല. സന്നാഹ മത്സരത്തിൽ മാത്രമാണ് കളിക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ആദ്യ 11 ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എങ്കിൽ പോലും ഒരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ കോമ്പിനേഷനെ മാറ്റാനായിട്ട് അവർ ശ്രമിക്കില്ല. ഒരുപക്ഷെ ശ്രമിച്ച് മാറ്റിയിരുന്നാൽ തന്നെ എന്തെങ്കിലും ഒരു അക്കടി പറ്റിക്കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും അതിൽ വരും. അതായത് വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റിയെന്ന് പറഞ്ഞു. പിന്നെ പന്ത് എല്ലാ കളിയിലും കളിച്ചില്ല എങ്കിലും പന്ത് അതൊരു വലിയൊരു ഫാക്ടറാണ്. എന്ന് വെച്ചാൽ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പന്ത് പ്രതീക്ഷിക്കാതെ പന്തിന്റെ അടികളൊക്കെ ബോണസാണ്. പന്ത് കുറഞ്ഞ ബോളിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ബോൾ വേസ്റ്റ് ആക്കുന്നില്ല. എന്തായാലും കപ്പ് നമുക്ക് ഉറപ്പെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ക്രിക്കറ്റാണ്, അന്നത്തെ ദിവസത്തിനനുസരിച്ചിരിക്കും. ഇതിൽ അവരുടെ ഒരു ക്ലാസനോ ഒരു ഡീക്കോക്കെ കയറി അങ്ങ് ബാധ കയറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ ടോസ് നിർണായകമാണ്. ടോസ് ഇന്ത്യ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇന്ത്യ ബാറ്റിംഗ് ആയിരിക്കും. ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ പടുത്ത് ഉയർത്താനുള്ള ഒരു ലൈനപ്പ് ഇന്ത്യക്കുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ മത്സരത്തെ കുറിച്ച് എങ്ങനെയാ തോന്നുന്നത്? ഇന്ത്യ കപ്പടിക്കോ? കപ്പടിക്കാൻ പ്രതീക്ഷയുണ്ട്. ആര് നല്ലതായിട്ട് ബാറ്റ് ചെയ്യും? രോഹിത്, സൂര്യകുമാർ, പന്ത്, ഇത്രയും പേര് കളിക്കും നന്നായിട്ട്. വിരാട് കോഹ്ലിയുടെ കാര്യം എങ്ങനെയുണ്ട്? ഫോമിലല്ല. പക്ഷേ ഫൈനലല്ലേ? ഫൈനലിൽ കളിക്കില്ലേ?
കളിക്കുമായിരിക്കാം. കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പും കൊണ്ടുപോകും. അങ്ങനെ എന്തായാലും കൊണ്ട് എന്തായാലും സൗത്ത് ആഫ്രിക്ക കപ്പടിക്കില്ല, നമ്മൾ തന്നെ കപ്പ് കൊണ്ടുവരും. അങ്ങനെ തന്നെയാണ്. മോനെങ്ങനെ തോന്നുന്നു? കപ്പാരടിക്കും? ഇന്ത്യ അടിക്കും. ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറ്റ്സ്മാൻ? രോഹിത്. പ്രതീക്ഷ ഇന്ത്യ ജയിക്കും. നമുക്ക് സൗത്ത് ആഫ്രിക്ക കുറച്ച് കാണാൻ പറ്റുമോ? സൗത്ത് ആഫ്രിക്കനെ അങ്ങനെ കുറച്ച് കാണാൻ പറ്റൂല. എന്നാലും ഇന്ത്യയിലെ ബാറ്റ്സ്മാൻമാര് നല്ല ഫോമിലാണ് മിക്കവരും. കോഹ്ലി ആയിരിക്കും അവരുടെ ഫൈനലിൽ ചിലപ്പോൾ ടോപ്പ് സ്കോർ ആയിട്ട്. എന്തായാലും ഇന്ത്യ കപ്പടിക്കും. കോഹ്ലി നാളെ നല്ല ഫോമായിട്ട് കളിച്ചാൽ മതി. കോഹ്ലി ഇപ്പൊ വന്ന കളിയായാലും നല്ലതായിട്ട് കളിച്ചില്ല. പിന്നെ രോഹിത് ശർമ്മ ഇപ്പൊ ഫോമായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ജയിക്കും, മിക്കവാറും ജയിക്കും. പക്ഷെ സൗത്ത് ആഫ്രിക്ക അത്ര കുറച്ച് കാണാൻ പറ്റൂല. എന്തായാലും ഇന്ത്യ ജയിക്കും. കാരണം ജസ്പ്രീത് ബുംറ എന്ന പ്രധാനപ്പെട്ട ബൌളർ നമുക്ക് ഒരു വജ്രായുധം തന്നെയാണ്. ജസ്പ്രീത് ബുംറയും കുൽദീപ് യാദവും. ജസ്പ്രീത് ബുംറ നല്ല ബോളിംഗ് ആണ്. കുൽദീപ് യാദവ് തന്നെ ഇന്നലത്തെ കളി തന്നെ 3 വിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇന്ത്യ തന്നെ ചെയ്യും. അപ്പം നേരത്തെ പറഞ്ഞല്ലോ വിരാട് കോഹ്ലിയുടെ കാര്യം. വിരാട് കോഹ്ലി കഴിഞ്ഞ കളികളിൽ, അതായത് IPL കണ്ട ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ഫൈനലത്തെ മാച്ചിൽ എങ്ങനെയായിരിക്കും? ഇന്ന് ഫൈനലത്തെ മാച്ചിൽ നല്ലതായിട്ട് കളിക്കണമെന്ന് വിശ്വാസം. ഇന്ന് പിന്നെ ഫോമിൽ കളിച്ചോളൂ. എങ്ങനെയുണ്ട്? വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ ഒരു പാർട്ണർഷിപ്പ് എടുത്താൽ മതി. ബാക്കി കാര്യങ്ങൾ താഴെയുള്ള ഇറങ്ങുന്ന ആൾക്കാർ നോക്കിക്കോളൂ. അതായത് ഈ കോഹ്ലി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്നത് ഒരു പ്രശ്നമായോ? ജയ്സ്വാളിന് ഓപ്പണിംഗ് കൊടുത്ത് കോഹ്ലിക്ക് 1 റൺ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗെയിം ചേഞ്ച് ആയാണ്. അപ്പം IPL അടിച്ചോണ്ടാണ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയാൽ കുറെ കളിയായി. ഒന്ന് മാറ്റിയിട്ട് ജയ്സ്വാളിന് ഒരു കളി ട്രൈ ചെയ്തിരുന്നെങ്കിൽ കോഹ്ലിക്കും ചിലപ്പം 1 ഡൗൺ ഇറങ്ങി റണ്ണടിക്കാൻ പറ്റിയാണ്. പണ്ട് നിങ്ങളെപ്പോലെ തന്നെ കളിച്ചു വളർന്ന ഒരാളാണ് ഇപ്പൊ ഇന്ത്യൻ ടീമിലുള്ളത്, സഞ്ജു സാംസൺ. പക്ഷേ സഞ്ജു സാംസൺ ഒരു കളി കൊടുക്കായിരുന്നു, ഒരു കളിയെങ്കിലും കൊടുക്കായിരുന്നു. നോക്കൌട്ട് മാച്ചിൽ ഏതെങ്കിലും ഒരു കളി കൊടുക്കായിരുന്നു. പക്ഷേ ഈ സന്നാ മത്സരത്തിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാത്തോണ്ടാണോ ആദ്യ ലെവലിൽ വരാത്തത്? അത് ഇഷ്ടം പോലെ വരില്ല. അപ്പൊ ഒരു കളിയും കൂടെ ഒന്ന് കൊടുക്കായിരുന്നു. ഇന്ന് കൊടുത്തിരുന്ന എന്തായാലും സഞ്ജു സാംസൺ മാക്സിമം നോക്കും. അടിക്കണം, സഞ്ജുവായിട്ട് അടിക്കണം. അങ്ങനെ തന്നെ മോനെ. കപ്പടിക്കും. അപ്പൊ എന്തായാലും ഇന്ത്യ അടിക്കും. ഇന്ത്യ കപ്പടിക്കും. ഉറപ്പാണത്. എന്തുകൊണ്ട് ഉറപ്പ്? ഇത്ര വലിയ ഇന്ത്യ ആയതുകൊണ്ട്. പക്ഷെ സൗത്ത് ആഫ്രിക്ക പഴയ സൗത്ത് ആഫ്രിക്ക അല്ല. അത് കുഴപ്പമില്ല, ഇന്ത്യ എപ്പോഴും ഇന്ത്യയാണ്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇവർ പറയുന്ന പോലൊക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങ് തലസ്ഥാന നഗരിയിലെ ഈ കൊച്ചു കൂട്ടുകാരും ഒപ്പം തന്നെ നമ്മോടൊപ്പം നേരത്തെ പങ്കുവച്ച കുരേറ്റർ ബിജുചേട്ടനൊക്കെ പറയുന്ന പോലെ തന്നെ ധോണിക്ക് പിന്നാലെ രോഹിത് ശർമ്മ ഒരു കപ്പെടുത്ത് ഇങ്ങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രതീക്ഷ അത് എനിക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ കായിക പ്രേമികൾക്കുമുണ്ട്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. എന്തായാലും ആ പ്രതീക്ഷ നിറവേറട്ടെ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് മിഥുൻ കുട്ടികളുമായിട്ട് നമ്മളോടൊപ്പം ചേരുകയായിരുന്നു. വലിയ പ്രതീക്ഷയിലാണ് അവരുള്ളത്. കപ്പ് ഇന്ത്യ കൊണ്ടുവരും എന്ന പ്രതീക്ഷ അതങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും ക്രിക്കറ്റ് ഫൈനലിന്റെ ആവേശം എല്ലായിടത്തും ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഒരു ലോകകപ്പ് വിജയത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകാം. അവിടെ നിന്നും ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ്ടും ഒരു T20 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ കളിക്കാനിറങ്ങുമ്പോൾ പ്രതീക്ഷ വാനോളമാണ്. നമ്മൾ കലൂർ രാജ്യാന്തര സ്റ്റേഡിയ പരിസരത്താണ്. ഇവിടെയും ഇന്ത്യയുടെ മത്സരം വലിയ ആഘോഷമായിട്ട് തന്നെ നടന്നു. വലിയ വിജയങ്ങൾ നേടിയ ഒരു സ്റ്റേഡിയം, അതിന്റെ പരിസരം തന്നെയാണ്. പിന്നീട് ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ആവേശം എല്ലാവരിലും ഉണ്ട്. ഇതിന്റെ പരിസരത്ത് സ്ഥിരമായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കൂട്ടം, അവർക്കൊപ്പമാണ് നമ്മളുള്ളത്. ഏതായാലും ആ ഒരു പ്രതീക്ഷകൾ എത്രയുണ്ട്, എത്രത്തോളം ആവേശത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഷെരീഫ, അദ്ദേഹം ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു നേതാവ് തന്നെ എന്ന് പറയാം. എന്താണ് മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ബോളിംഗ് ആയിക്കോട്ടെ ബാറ്റിംഗ് ആയിക്കോട്ടെ എല്ലാം നല്ല ഫോമിലാണ് പോകുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ 92 മുതൽ കളി കാണാൻ തുടങ്ങുന്നത് ഞാൻ. അപ്പൊ 92 മുതൽ സെമി ഫൈനലുകളിലും അതുപോലെ മഴ മൂലം വീണുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ടുള്ള അവരോടുള്ള ഒരു ചായ്വുണ്ട്. പക്ഷെ ഇന്ത്യ വരുന്നേരം നമുക്ക് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യന്റെ വിരാട് കോഹ്ലിയും കൂടെ ഫോമിലായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തന്നെ കപ്പടിക്കും എന്നുള്ള ഒരിതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വേൾഡ് കപ്പ് ഫൈനൽ, ഇപ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോറ്റ ഒരു ഇതുണ്ട്. അതൊരു പാഠമായിട്ട് കരുതി ഈ പ്രാവശ്യം വിന്നേഴ്സ് ആവുന്നതാണ് പ്രതീക്ഷ. ഇത് ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ കലിപ്പ് തീർക്കൽ വാരമായിട്ട് ആഘോഷിക്കപ്പെടുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നമ്മള് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പറയാനുള്ള എല്ലാം തന്നെ തീർത്താ പോകുന്നത്. ഇനിയിപ്പോ ഫൈനലിലേക്ക് നീങ്ങുമ്പോൾ ടീം ഘടനയിലടക്കം എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത്, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം എല്ലാവരും പല രീതിയിൽ കാണുന്നതാണ് കളി. എങ്ങനെ തോന്നുന്നു?
മാറ്റങ്ങൾ എന്തായാലും അനിവാര്യമാണ്. ഇപ്പൊ ദുബൈ ഫോമിലല്ല, വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ഫോമിലല്ലാത്തതുകൊണ്ട് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റിയ ബാറ്റ്സ്മാൻ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എതിർ ടീമിന് വിരാട് കോഹ്ലി എന്ന് പറയുന്നവർ അതൊരു ഇത് തന്നെയാണ്. ഒരു വിക്കറ്റ് വീണു പോയാലും എന്നൊരു കുഴപ്പമില്ല. പക്ഷെ ദുബൈനെ മാറ്റണം എന്നാണ്. പക്ഷെ ഈ ഒരു ടീം കോമ്പിനേഷൻ ഒരിക്കലും ചേഞ്ച് വരുത്താൻ സാധ്യതയില്ല. ഒരു എല്ലാവരും സെറ്റായിട്ട് നിൽക്കുക. അത് വെറും ബാറ്റിംഗിൽ മാത്രമല്ല, ഫീൽഡിങ്ങിലും കളത്തിലകത്തും എല്ലാവരും ഒന്ന് സെറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് ഒരു പ്രശ്നമായിരിക്കും. ഒരു ഫൈനലിൽ ഒരു ചേഞ്ച് ചെയ്യൽ. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? കപ്പടിച്ച് നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ വിരാട് കോഹ്ലി പറഞ്ഞോടെ വിരാട് കോഹ്ലി ഫൈനലിൽ ഒരു പ്രതീക്ഷയാണ്. എങ്ങനെ നമ്മുടെ ഒരു ബൗളേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് അവരൊരു ബോളേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. പിച്ച് യൂസ് ചെയ്ത് തന്നെ അവർ ബോൾ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ബുംറയും ആണ് നമുക്ക് എപ്പോഴും ബ്രേക്ക് ത്രൂ. ഒരു വേൾഡ് ക്ലാസ് ഒരു ബോളർ. അതെ അതെ അതെ, എല്ലാവരും പേടിക്കുന്ന ഒരു ബോളറാണ് ബുംറയാണ് നമുക്ക് പ്രതീക്ഷയ്ക്കൊത്ത നിലവാരത്തിൽ തന്നെ കളിക്കുന്നുണ്ട്. ഇന്ന് ബ്രേക്ക് ത്രൂ ആണെങ്കിലും ബുംറയാണ് നിൽക്കുന്നത്. പിന്നെ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് ഇവരെല്ലാം നല്ലോണം ബോൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ബാറ്റിംഗ് സൈഡ് ആണെങ്കിൽ രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ നിൽക്കുന്നിടത്തോളം നമുക്ക് എപ്പോ ആണെങ്കിലും എന്ത് സംഭവിക്കാം. അതെ, പുറകിൽ വരുന്ന ബാറ്റ്സ്മാനായ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സെറ്റ് ടീമാണ്. സൗത്ത് ആഫ്രിക്കയും പറയാൻ പറ്റില്ല. അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഫസ്റ്റ് ടൈമാണ് ഫൈനലിൽ കളിക്കുന്നത്. അതിന്റെ ഒരു ഇതുണ്ട്. വലിയൊരു ആവേശവും എല്ലാം തന്നെയുണ്ട്. പറഞ്ഞുതരാം. 2007-ലും 2011-ലും ഇന്ത്യ കപ്പടിച്ചപ്പം ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഒരു മലയാളിയെ കളിപ്പിച്ചാൽ ഇന്ത്യ ഉറപ്പായിട്ടും കപ്പടിക്കും. വേണ്ടി വരികയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ തോന്നുന്നത്? എങ്ങനെ സഞ്ജു കളിക്കും? അത് ആ ഒരു ഭാഗ്യത്തിന്റെ ഇതും കൂടെ, മലയാളികളുടെ ഭാഗ്യവും കൂടെ പരീക്ഷിക്കണം. പിന്നെ ദുബൈയെ മാറ്റുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. ദുബൈ ഫോമിലല്ല, അതുകൊണ്ട് ദുബൈയെ മാറ്റി സഞ്ജുവിനെ പരീക്ഷിക്കുക. പറയാനത് സഞ്ജു എന്ന് പറയുന്നത് എല്ലാവരും പറയും ഒരു മലയാളികളുടെ വികാരമാണ് സഞ്ജു. സഞ്ജുവിനെ ടീമിലിടുന്നില്ല എന്നല്ലേ. ഈ വെറും ബാറ്റിംഗ് മാത്രമല്ല ഒരു സ്പോർട്സിന്റെ ഇതിൽ നോക്കാൻ, നമ്മൾ വിക്കറ്റിന്റെ പിന്നിലുള്ള ആ പന്തിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളും, അതുപോലെ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലുള്ള ബാറ്റിങ്ങും അതൊക്കെ നോക്കും. വെറുതെ ഒരു സഞ്ജുവിനെ കളിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു അത് കാര്യമില്ല. സഞ്ജുവിനും ചാൻസ് കിട്ടണ്ട, ഇനിയും ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ സിംബാബ്വൻ പര്യടനത്തിലേക്ക് അവൻ ഇട്ടിട്ടുണ്ട്. അതിൽ പെർഫോമൻസ് ചെയ്യട്ടെ, അപ്പൊ എന്തായാലും ടീമിൽ വരും. എന്തായാലും നാളെ നമ്മൾ ഇത് വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുന്നത് ഒരു വിജയം തന്നെ അല്ലേ? അതെ അതെ, തീർച്ചയായും. എന്തായാലും ഇന്ത്യ കപ്പടിക്കും കലിപ്പടക്കവും നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും വലിയ പ്രതീക്ഷകളും ആവേശത്തോടു കൂടിയാണ് ഫൈനലിനെ കാത്തിരിക്കുന്നത്. കാരണം ഇതിൽ വിജയം നേടാൻ ഏറ്റവും സുന്ദരമായ ഒരു സമയവും നിമിഷവും എല്ലാമാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അതാണ് കലൂരിന്റെ പ്രതീക്ഷ. നമുക്ക് നിരവധി പേർ യൂട്യൂബിലും കമന്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇന്ന് ജയിക്കുമെന്ന് അജിത് കുമാർ കമന്റ് ചെയ്യുന്നു. ജയിക്കട്ടെ. ഒപ്പം വിപിൻ വെള്ളിയത്ത് കമന്റ് ചെയ്യുന്നു, ഫൈനലിൽ ഫോം ഔട്ട് കോഹ്ലിക്ക് പകരം ജയ്സ്വാളും കഴിഞ്ഞ കളിയിലെ ഗോൾഡൻ ഡക്കായ ദുബൈക്ക് പകരം സഞ്ജുവിനെയും ഉൾപ്പെടുത്തിയാൽ ടീം സെറ്റാകും. ടീമിൽ മാറ്റം വരുത്താൻ രോഹിത്തിന് ധൈര്യമുണ്ടാകട്ടെ. ഈ ലോകകപ്പ് ഇന്ത്യക്ക് തന്നെ എന്ന് പറയുന്നു. ഇന്ന് ദുബൈക്ക് പകരം സഞ്ജുവിന് അവസരം കൊടുക്കണം എന്ന് പറയുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. എന്തായാലും നമുക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. ഇന്ത്യ കപ്പടിക്കട്ടെ. മറ്റു വാർത്തകളിലേക്ക് എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. AM ആരിഫ് ജനങ്ങൾക്ക് താൽപര്യമില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. KC വേണുഗോപാൽ ഇല്ലായിരുന്നെങ്കിൽ മണ്ഡലത്തിൽ BJP വിജയിക്കുകയും LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുമായിരുന്നുവെന്നും അഭിപ്രായമുയർന്നു. വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിനുമെതിരെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട നിലപാട് സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും പൂർണ്ണമായും തള്ളി. AM ആരിഫിന് പകരം തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലുമായിരുന്നു ആലപ്പുഴയിൽ മത്സരിക്കേണ്ടതെന്നായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെട്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട തീരുമാനം പാളിയെന്നും വിലയിരുത്തലുണ്ടായി. G. സുധാകരനോ തോമസ് ഐസക്കോ മത്സരിക്കണമായിരുന്നുവെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K. രാഘവൻ, ഹരിശങ്കർ എന്നിവർ അഭിപ്രായപ്പെട്ടു. ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ മേൽ താൽപര്യമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും വോട്ടർമാർക്കോ പ്രവർത്തകർക്കിടയിലോ ആവേശം സൃഷ്ടിക്കാൻ സ്ഥാനാർത്ഥിക്കായില്ലെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. K.
KC വേണുഗോപാൽ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് ആലപ്പുഴയിൽ BJP വിജയിക്കാതിരുന്നതെന്നും അല്ലെങ്കിൽ LDFനെ 3ാം സ്ഥാനത്ത് പിന്തള്ളി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നുവെന്നും A. മഹേന്ദ്രൻ പറഞ്ഞു. അതേസമയം ഈഴവ സമുദായത്തിന്റെ വോട്ട് ചോർച്ചയ്ക്ക് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനാണെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആരോപണത്തെ കമ്മിറ്റി തള്ളി. ജില്ലയിലെ കയർത്തൊഴിലാളികളും കർഷകരും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന അടിസ്ഥാന വർഗം പാർട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് തിരിച്ചടിക്ക് കാരണമായെന്നാണ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നത്. വെള്ളാപ്പള്ളിയുമായി യോജിച്ചു പോകേണ്ടതാണ്. മലബാറിലെ പരാജയത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിയാണോ എന്ന് H. സലാം സെക്രട്ടേറിയറ്റിൽ ചോദ്യമുയർത്തി. തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയെന്നും EP-യുടെ ജാവദേക്കർ വിഷയത്തിലെ പ്രതികരണം BJPക്ക് ഗുണകരമായെന്നും വിമർശനമുയർന്നു. പാർട്ടി കാര്യങ്ങൾ വിശദീകരിക്കാൻ AK ബാലനെ ആര് ചുമതലപ്പെടുത്തിയെന്നും ചോദ്യമുയർന്നു. ഭരണവിരുദ്ധ വികാരം വലിയ തിരിച്ചടി നൽകിയെന്നും വിലയിരുത്തലുണ്ടായി. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. വിവാദങ്ങൾക്കിടെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ കമ്മിറ്റി മുന്നംഗം മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾക്കിടെയാണ് യോഗം ചേരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ CPM-നെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. CPM നേതാക്കൾക്ക് മാഫിയ ബന്ധം ആരോപിച്ച കളക്ടറേറ്റിന് മുന്നിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കും. MS അനീഷ് കുമാർ ഇപ്പോൾ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. എന്തായാലും ഈ വിഷയം വലിയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. മനു തോമസിന്റെ ആ വെളിപ്പെടുത്തലുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിന് ഉൾപ്പെടെ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാകുന്നത്. ജില്ലാ കമ്മിറ്റി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുമ്പോൾ ഏത് രീതിയിൽ ഈ വിഷയം ചർച്ചയാകും എന്നുള്ളതാണ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഏത് രീതിയിലാണ് CPM ഇതിനെ പ്രതിരോധിക്കുക? അശ്വതി, കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും CPM രാഷ്ട്രീയത്തെ കലാപകലുഷിതമാക്കിയാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് മനു തോമസ് PJ രാജൻ പോരാട്ടം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയാണ്. മനു തോമസ് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PJ ജയരാജനെതിരായ താൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കൊട്ടേഷൻ പാറമട മാഫിയ സ്വർണ്ണക്കടത്തുകാരാണ് തനിക്കെതിരെ കൊലവിളിയുമായി രംഗത്തെത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയിൽ അനഭിമതമായ പല പ്രവർത്തനങ്ങളും PJ രാജൻ നടത്തുന്നു. റെഡ് ആർമി പോലുള്ള ഫേസ്ബുക്ക് പേജുകളെ സജീവമാക്കി നിർത്തുന്നു. ഇതിന്റെ ചുമതല ജയരാജന്റെ മകൻ ജെയിൻ രാജനാണ്. ഒപ്പം സോഷ്യൽ മീഡിയയിലൂടെ അർജുൻ ആയങ്കി പോലുള്ള ആളുകൾ തനിക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വരുന്നു. തനിക്ക് കൊലവിളി ഭീഷണിയുമായി ആകാശ് തെലുങ്കേരിമാരെ പോലുള്ള കൊട്ടേഷൻ മാഫിയ പ്രവർത്തകർ എത്തുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ്. സൂപ്പർ ജില്ലാ സെക്രട്ടറി ചമയുന്നതിനുള്ള ഒരു നീക്കമാണ് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നടക്കമുള്ള വളരെ നിശിതമായ വിമർശനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പാറവടി ക്വാറി മാഫിയയ്ക്ക് വേണ്ടി ഒരു ലോക്കൽ സെക്രട്ടറിയെ തന്നെ ജയരാജൻ സൃഷ്ടിച്ചു എന്നും പറയുന്നു. പക്ഷേ ഈ ജയരാജനും ഈ ആകാശ് തെലുങ്കേരിക്കും അടക്കമുള്ള അല്ലെങ്കിൽ ജെയിൻ രാജനും അർജുനായങ്കയ്ക്കുമെതിരെ രംഗത്തെത്തുമ്പോഴും പാർട്ടിയെ പൂർണ്ണമായി തള്ളിപ്പറയാൻ ഈ ഘട്ടത്തിലും മനു തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. കാരണം പാർട്ടിയുടെ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില പ്രവർത്തനങ്ങളിലേക്ക് ജയരാജൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം നീങ്ങുകയാണ്. പാർട്ടി ബന്ധങ്ങൾ പലപ്പോഴും ഇവർക്ക് തുണയാവുന്നുണ്ട്. ഉഞ്ചിയം പോലുള്ള കൊലപാതകങ്ങൾ അത് വിപ്ലവമല്ല, വിപ്ലവ വൈകൃതമാണ് എന്ന രീതിയിലുള്ള തുറന്നടിക്കും അദ്ദേഹം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും BJPയും കോൺഗ്രസും ഒക്കെ ഇതിനെ വലിയ തോതിൽ ഈ മനുവിൻ്റെ പ്രസ്താവനകളെ സ്വാഗതം ചെയ്യുന്നു. അവർ പറയുന്നത് പല അന്വേഷണം നടക്കുന്ന പല കൊലപാതക കുറ്റങ്ങളെക്കുറിച്ചും കൂടുതൽ അന്വേഷണം വേണമെന്നാണ്. ജയരാജനൊക്കെ ഈ വധത്തിൽ കൃത്യമായി പങ്കുണ്ടെന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പം DYFI നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ടും നേരത്തെ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ പലതും തെളിയുകയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്തായാലും കോൺഗ്രസ് മനുവിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് മനുവിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ രണ്ട് പാർട്ടികളും ഈ തങ്ങളുടെ മുന്നണിയിലേക്ക് വരിക എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ താനിപ്പോൾ സ്വതന്ത്രമായാണ് നിൽക്കുന്നത്. താൻ സ്വതന്ത്രമായ ചില നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് മറ്റെവിടേക്കെങ്കിലും ചേരുമോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. താൻ തൽക്കാലം സ്വതന്ത്രമായി നിന്ന് കാര്യങ്ങൾ പറയട്ടെ എന്നാണ് മനു തോമസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെ വളരെ കരുതലോടുകൂടിയാവും ഇന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ യോഗം കൈകാര്യം ചെയ്യുക. കാരണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പലതരത്തിലുള്ള തെളിവുകളും അല്ലെങ്കിൽ പാർട്ടിയിലെ ചില വ്യക്തികളെ പ്രതിസന്ധിയിലാക്കുന്ന പല തെളിവുകളും തന്റെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് പാർട്ടിയോട് ഏറെ അടുത്ത് നിന്നയാൾ, പാർട്ടി യുവജന സംഘടനയായ DYFIയുടെ പ്രധാന ഭാരവാഹിയായിരുന്നയാൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ വലിയ
സ്വീകാര്യത ഉണ്ടാകും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ആയുധങ്ങൾ ഇതിലുണ്ടാകും എന്നൊരു വിലയിരുത്തൽ CPM-നുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലടക്കം കനത്ത തോൽവിയാണ്. പാർട്ടി കോട്ടകളിൽ പോലും വലിയ വിള്ളൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. അതുകൊണ്ട് നിലവിലുണ്ടായിരിക്കുന്ന പാർട്ടിക്കുണ്ടായിരിക്കുന്ന മുറിവ് അത് വ്രണമാക്കി മാറ്റി വഷളാക്കാൻ CPM ഉദ്ദേശിക്കില്ല എന്നാണ് നമുക്ക് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സംബന്ധിച്ച കൃത്യമായ ചർച്ച പാർട്ടികളിൽ ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുകയോ പാർട്ടിയിടുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും നീക്കിയതെന്നാണ് നേരത്തെ വിശദീകരണം വന്നത്. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീട് ഒരു പടി കൂടെ കടന്നാണ് EP ജയരാജൻ അടക്കമുള്ളവർ ആരോപണങ്ങളുമായി ഈ രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭങ്ങൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ചെയ്യുന്നില്ല. ഒരു വിപ്ലവകാരിയുടെ പതനമാണ്, ആ പതനമാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ തള്ളിപ്പറയാതെയും ചില വ്യക്തികളെ മാത്രം തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാവും ഇന്നത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നിർണായകമായി മാറുന്നത്. അനീഷ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മനു തോമസിന്റെ ആരോപണങ്ങൾക്കപ്പുറം തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനമായി വരുന്ന കാര്യം അത് സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ അതൊക്കെ ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തെളിവ് തന്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ അത് അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ് അനീഷ്? അത്തരത്തിലെ ചില അന്വേഷണത്തിനുള്ള ആവശ്യങ്ങൾ കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. അത്തരം ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഈ മനു തോമസിനൊരു രാഷ്ട്രീയ സുരക്ഷ നൽകണമെന്ന ആവശ്യം ഇതിനകം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ മനു തോമസിന്റെ ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം. പ്രത്യേകിച്ചും CPM-ലെ കണ്ണൂർ ഘടകത്തിലെ DYF-ലെ നേതാക്കൾ ഈ സ്വർണ്ണ പൊട്ടിക്കലുകാരുമായും കള്ളക്കടത്തുകാരുമായും ഒക്കെ ബന്ധപ്പെട്ട് വരുന്നു എന്ന ആരോപണം തങ്ങൾ ഏറെ നാളായി മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഒപ്പം കൊലപാതക കേസുകളിൽ CPM നേതാക്കളുടെ പങ്ക് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ തങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ അക്കാര്യങ്ങളൊന്നും സമഗ്രമായിട്ട് അന്വേഷണം നേരത്തെ ഉണ്ടായില്ല. അതുകൊണ്ട് കണ്ണൂർ മാഫിയ അല്ലെങ്കിൽ കണ്ണൂർ ലോബി എങ്ങനെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം മറയാക്കുന്നു എന്നത് സംബന്ധിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഒരുപക്ഷെ ഇത്തരം ആവശ്യങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് കണ്ണൂർ കളക്ടറേറ്റിൽ ഒരു ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. മനു തോമസ് ഇതുവരെ പുറത്തുവിട്ട കാര്യങ്ങളും ഇനി പുറത്തുവരാൻ സാധ്യതയുള്ള കാര്യങ്ങളും നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളിൽ മനു തോമസിന്റെ വിശദീകരണം ഇത്തരം കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു തുറന്നു പറച്ചിൽ ജനങ്ങളോട് നടത്തുകയാണ് ആദ്യപടിയായി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ക്യാമ്പയിനായി കണ്ണൂരിൽ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം പാർട്ടി കോട്ടകളിൽ പോലും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ വിള്ളൽ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതടക്കമുള്ള നിയമ നടപടികളുമായി വരും ദിനങ്ങളിൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മറുവശത്ത് ഈ ED പോലുള്ള ഏജൻസികളെ CBI പോലുള്ള ഏജൻസികളെ നിലവിലുള്ള കേസുകളുമായും പുതിയ കേസുകളുമായും കൂട്ടിക്കെട്ടാനാവും BJP-യുടെ ശ്രമം ഉണ്ടാവുക. കാരണം BJP-ക്കും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി തന്നെ കഴിഞ്ഞിരുന്നു. കണ്ണൂരിൽ എന്നും CPM-മായി കൊണ്ടും കൊടുത്തും പോകുന്ന കോൺഗ്രസ്സാണ് പ്രധാന പ്രതിപക്ഷമെങ്കിലും പരസ്പരം ഏറ്റുമുട്ടലുകൾ അധികമുണ്ടാകുന്നത് CPM-മായാണ്. അതുകൊണ്ട് ഈ തുറന്നു പറച്ചിലുകൾ ഒരു നിയമ നടപടികളിലേക്കും ആ വഴി ഒരു വോട്ട് ബാങ്ക് തട്ടിയെടുക്കലിലേക്കും നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണൂരിൽ BJP-യും ഉള്ളത്. എന്തായാലും രണ്ട് പാർട്ടികളും ഇത് രണ്ട് തരത്തിൽ ഉപയോഗിക്കുമെന്നത് ഉറപ്പാണ്. അശ്വതി. ശരി അനീഷ്, എന്തായാലും ഏത് രീതിയിലാണ് ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ അത് പാർട്ടിയെ ബാധിക്കുക, ഏത് രീതിയിൽ അതിന് മറുപടി നൽകുമെന്നൊക്കെയുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ കാത്തിരുന്ന് കാണാം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വലിയ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന മറ്റൊരു കേസാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. കരുവന്നൂർ ബാങ്കിൽ ബെനാമി വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ CPM-നെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായി. CPM-ന്റെ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ അടക്കം 29 കോടി രൂപയുടെ സ്വത്തുക്കളും ബാങ്ക് നിക്ഷേപങ്ങളും കൂടി കണ്ടുകെട്ടാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, കോടികൾ എന്ന് പറയുമ്പോൾ 29 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണിപ്പോൾ എൻഫോഴ്സ്മെന്റ് ED ശുപാർശ ചെയ്തിരിക്കുന്നത്. ഏത് രീതിയിൽ ഇക്കാര്യങ്ങളെയൊക്കെ പ്രതിരോധിക്കാനാണ് പാർട്ടി തീരുമാനം? പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിരിക്കുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ വിലയിരുത്തലുകളും എങ്ങനെ ജനങ്ങളോട് കൂടുതൽ അടുക്കണമെന്നതൊക്കെയുമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ മറുവശത്ത് ഇത്തരത്തിലുള്ള അന്വേഷണം, ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അത് കാണുന്നത് CP?
അശ്വതി, കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് CPM തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ അതിനെല്ലാം ആവുവിധം വിശദീകരിച്ചുകൊണ്ടും ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടുമെല്ലാം മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ EDയുടെ നടപടി വന്നതോടെ ഈ പ്രതിരോധങ്ങൾ തീർത്തും ദുർബലമാകുന്നു എന്നതാണ്. കാരണം കൃത്യമായ ഒരു വിഷയത്തിലേക്ക് CPM അതിലേക്ക് മറുപടി പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയ കോടികളിൽ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകളാണ് CPMൻ്റേതായിട്ടുള്ളത്. അത് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളുണ്ട്, അവരുടെ സ്ഥിര നിക്ഷേപങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് വിവിധ ഘടകങ്ങൾ, ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകൾ അടക്കമാണ് 73 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഒപ്പം പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അവിടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഭൂമി വാങ്ങിച്ച വകയിൽ 5 സെൻറ്റ് ഭൂമി വാങ്ങിച്ചു. ഇതുമെല്ലാം തന്നെയും ഈ നടപടികൾ നേരിടുന്നവരുടെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായൊരു മെസ്സേജാണ് ഉള്ളത്. കാരണം ഇതിൽ ഇനിയുള്ള ചോദ്യം ചെയ്യലുകളും നടപടികളും എല്ലാം തന്നെ CPMന് വളരെ നിർണായകമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് വിധേയരായവർ നിസ്സാരക്കാരല്ല. കാരണം അവരെല്ലാവരും തന്നെ വീണ്ടും വിളിപ്പിക്കാൻ സാധ്യത വളരെ സജീവമാണ്. അത് AC മൊയ്തീൻ, MM വർഗീസ്, അതോടൊപ്പം തന്നെ PK ബിജു, MK കണ്ണൻ തുടങ്ങിയവരെല്ലാവരും തന്നെയും ഇപ്പോൾ ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യലുകളും നടപടികളുമെല്ലാം അവരുടെ എല്ലാം തന്നെ അതിനിർണായകം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നേതാക്കന്മാരുടെ നീണ്ട നിര തന്നെ ഇതിലേക്ക് വരുന്നു. ഇവരുടെ ഇടപാടുകളെല്ലാം തന്നെ സംശയത്തിൻ്റെ നിഴലിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെയും ഇക്കാര്യത്തിൽ ഇനിയുള്ള മുന്നോട്ട് പോക്ക് CPMൻ്റെ പ്രതിരോധത്തെ തീർത്തും ദുർബലമാക്കും എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ED നടപടികളിലേക്ക് കടന്നതോടെ ഈ പ്രതിപട്ടികയിലേക്ക് CPM കൂടി എത്തപ്പെടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. തുടക്കം മുതൽ തന്നെ കരുവന്നൂർ ബാങ്കിനെ ചുറ്റിപ്പറ്റി CPMനെതിരെ തന്നെയായിരുന്നു മുഴുവൻ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിന്നിരുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തന്നെ പലതവണ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ MLAയും മുൻ മന്ത്രിയുമായിരുന്ന AC മൊയ്തീനെയും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുകയും ചെയ്യുന്നു. PK ബിജു മുൻ MP കൂടിയാണ്, അദ്ദേഹത്തെയും വിളിപ്പിക്കുന്നു. അങ്ങനെ ഈ വന്നു പോയവരെല്ലാം തന്നെ സമുന്നതരായ നേതാക്കളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ ഇടപാടുകൾ എന്തായിരുന്നു എന്നത് നേരത്തെ തന്നെ മൊഴികൾ പല രീതിയിലുണ്ടായിരുന്നു. ഇതിൽ നേതാക്കന്മാരെക്കുറിച്ചെല്ലാം തന്നെ പല പരാമർശങ്ങളും അതിലേക്ക് വന്നിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ തള്ളിക്കൊണ്ട് നിലപാടെടുത്തുകൊണ്ടാണ് CPM മുന്നോട്ട് പോയിരുന്നത്. ഇനി അങ്ങനെ ആ രീതിയിലേക്ക് പോകാൻ കഴിയുമോ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. വരും ദിവസങ്ങളിലുള്ള EDയുടെ നടപടികൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളും കാര്യങ്ങളുമെല്ലാം CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയായിരിക്കും. അശ്വതി, ശരി. ഡാനി, മറ്റൊന്ന്, ഇന്ന് BJPയുടെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തുകയാണ് പ്രധാന അജണ്ട എന്നറിയുന്നു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. എപ്പോഴാണ് യോഗം? എന്തൊക്കെയാണ് പ്രധാന വിവരങ്ങൾ? ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുന്നത്. ആദ്യം കോർ കമ്മിറ്റിയും പിന്നീട് വിപുലമായ സംസ്ഥാന നേതൃയോഗവുമാണ് നടക്കുന്നത്. ഈ കോർ കമ്മിറ്റിയിലാണ് കേന്ദ്ര മന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കമുള്ള നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നത്. K സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് എത്തിയിരുന്നു. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ തിളക്കമുള്ള ദിവസങ്ങളിലാണ് അവർ കടന്നു പോകുന്നത്. കാരണം അവർ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നു. ശരാശരി പലരെയും തന്നെ പ്രകടനം മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് BJP ഈ യോഗങ്ങളിലേക്ക് നീങ്ങുന്നത്. എന്തായാലും അതിൻ്റെ എല്ലാം തന്നെ ഒരു വിലയിരുത്തൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാകും. മറ്റ് ചിലയിടത്ത് എന്താണ് സംഭവിച്ചത്, ചിലയിടത്ത് വളരെ തീർത്തും ദുർബലമാകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിലയിരുത്തലൊപ്പം നേതാക്കളുടെ എല്ലാം തന്നെ ഒരു പ്രകടനം അതെല്ലാം പരിശോധിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുക. BJPക്ക് തൃശ്ശൂരിൽ ആധികാരിക വിജയം നേടാനായിട്ട് സാധിച്ചുവെങ്കിലും അത് സുരേഷ് ഗോപിയുടെ കൂടി വ്യക്തിഗത മികവിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണെന്നാണ് ഭൂരിഭാഗം വിലയിരുത്തുന്നത്. അപ്പോൾ പാർട്ടിയുടെ പ്രകടനവും കാര്യങ്ങളും ഇവിടങ്ങളിലെല്ലാം ഏത് രീതിയിലായിരുന്നു, എങ്ങനെ ഗുണകരമായി എന്നതടക്കമുള്ള വിശദമായ വിശകലനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിനു ശേഷം, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം BJPയുടെ ഒരു ആദ്യ നേതൃയോഗം കൂടിയാകും ഇത്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
ആകാശപാത പൊളിച്ചു കളയണമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയതോടെ കോട്ടയത്ത് CPM കോൺഗ്രസ് തർക്കം മുറുകുകയാണ്. ഇടത് സർക്കാർ അധികാരമേറ്റതു മുതൽ പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം തിരുവഞ്ചൂരിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് CPM മറുപടി നൽകി. ആകാശപാതയ്ക്കെതിരെ മന്ത്രി ഗണേഷ് കുമാർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ഇത് ചൂടുപിടിച്ച ചർച്ചയായി മാറിയിരിക്കുന്നത്. നിയമസഭയിലെ ഈ ഒരു നിലപാടിന് തൊട്ടു പിന്നാലെ കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് CPM തിരുവഞ്ചൂരിനെതിരെ രംഗത്ത് വന്നത്. തിരുവഞ്ചൂർ നടത്തുന്ന പദ്ധതികൾക്ക് പിന്നിലെല്ലാം അഴിമതിയുണ്ട് എന്ന് ആരോപിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്, ഇത് നടക്കില്ല എന്ന് ഉറപ്പ് വന്നതോടെ അതിൻ്റെ പഴി CPMന് മുകളിൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്ന് CPMന്റെ ജില്ലാ ഘടകം ആരോപിച്ചു. ഇതിൽ എന്താ പറയുക, ഇത് ഫലത്തിൽ സർക്കാരിന്റെ നിലപാടിനൊപ്പം ചേർന്നുകൊണ്ട് CPMും തിരുവഞ്ചൂരിനെതിരെ കോട്ടയത്തും രംഗത്ത് വരികയാണ്. താൻ കുഴിച്ച കുഴിയിൽ ചെന്ന് സ്വയം അകപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം എന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. കോട്ടയം പോലെ ഒരു ചെറിയ പട്ടണം, ആ പട്ടണത്തിൽ ഇതുപോലൊരു ആകാശപാത കിട്ടി എല്ലാവരും ഇതേ കൂടെ കയറി ലിഫ്റ്റേലോ എന്താ മറ്റേ ലിഫ്റ്റും ഉണ്ട് പടിയുമുണ്ട്, അത് അങ്ങനെ കയറി അപ്പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? നമ്മളെല്ലാം ഈ പട്ടണത്തിൽ ജീവിക്കുന്നവരല്ലേ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്രായോഗികതയും അശാസ്ത്രീയതയും എന്ന് പറയുന്നത്. ഒരു കാര്യമുള്ളതല്ല. എന്തായാലും തിരുവഞ്ചൂരിനെ സംരക്ഷിക്കാൻ DCC അടക്കം DCCയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഒരുമിച്ചെത്തിയാണ് വാർത്താ സമ്മേളനം നടത്തി മറുപടി നൽകിയത്. ഫലത്തിൽ ഇത് നാറ്റ്പാക്കിൻ്റെ പഠനപ്രകാരമാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. സർക്കാരിൻ്റെ പൂർണ്ണമായ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. CPM വികസന വിരോധികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടകം സുരേഷ് DCC അധ്യക്ഷൻ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചത്. ആകാശപാതയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സർക്കാരും ഗവൺമെന്റും മുന്നോട്ട് പോകുമ്പോൾ, സർക്കാരും CPMും മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ CPM നേതാക്കന്മാര് ഇന്നലെ പത്രസമ്മേളനം നടത്തി വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോട്ടയത്തെ ആകാശപാത കണ്ട് കൊല്ലത്തും തൃശ്ശൂരും ആരംഭിച്ചു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിൽ. പക്ഷെ കോട്ടയത്തെ ആകാശപാത പാതി വഴിയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആകാശപാതയുടെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുകയാണ്. അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക. എന്തായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിഷയം. അഴിമതി പദ്ധതികളാണ് തിരുവഞ്ചൂർ നടപ്പാക്കുന്നതെന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് K അനിൽകുമാറിനെതിരെ കോൺഗ്രസും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മീനച്ചിലാർ മീനന്തലയാർ നദീ സംയോജന പദ്ധതി അതിന് പിന്നിൽ വലിയ അഴിമതിയാണ് എന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. എന്തായാലും ഈ പദ്ധതി ആകാശപാത വലിയ വിവാദമായി കോട്ടയത്ത് വീണ്ടും ഉയർന്നു വരികയാണ്. മാത്രവുമല്ല ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും DCC വൃത്തങ്ങൾ പറഞ്ഞു. എന്തായാലും വലിയ തർക്കത്തിലേക്ക് തന്നെ കോട്ടയത്തെ ഈ വിഷയം മാറിയിരിക്കുകയാണ്. കളിയിക്കാവുള്ള ക്വാറി ഉടമയെ കൊലപ്പെടുത്തിയ കേസിന് പിന്നിലെ ലക്ഷ്യം എന്ത് എന്നതിൽ വ്യക്തതയില്ലാതെ അന്വേഷണ സംഘം. പണം തട്ടാനുള്ള കൊട്ടേഷൻ പ്രവൃത്തിയായിരുന്നോ, കൊല്ലപ്പെട്ട ദീപുവിന്റെ തന്നെ അറിവോടെ ആയിരുന്നോ കൃത്യം എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതേസമയം കേസിൽ ഒരാളെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം സ്വദേശി രാജേഷാണ് കസ്റ്റഡിയിലുള്ളത്. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഈ കളിയിക്കാവുള്ള കേസിൽ അന്വേഷണ സംഘം സാമ്പത്തിക ഇടപാടുണ്ട് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തതയിലേക്ക് എത്തിയിരുന്നല്ലോ. ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻ എന്താണ് ഈ കേസിൽ? അശ്വതി, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം രാജേഷ് എന്ന തിരുവനന്തപുരം സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കേസിൽ സർജിക്കൽ ഉപകരണങ്ങൾ നൽകിയത്, കൊലപാതകത്തിന് വേണ്ടി സർജിക്കൽ ഉപകരണങ്ങൾ അമ്പിളിക്ക് നൽകിയത് സുനിൽ എന്ന വ്യക്തിയാണ്. സുനിലിന്റെ സുഹൃത്താണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള രാജേഷ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇതിൽ ഇപ്പോഴും അവ്യക്തതകൾ, ഈ മൊഴികളിലെ വൈരുദ്ധ്യമുണ്ട്. കൊട്ടേഷൻ പ്രവൃത്തി ആയിരുന്നോ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ദീപുവിന്റെ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന്, കുടുംബത്തിന് വലിയ തുക ലഭിക്കുന്നതിന് ദീപുവിന്റെ അറിവോടുകൂടി നടത്തിയ കൊലപാതകമാണോ? ഈ കാര്യത്തിലാണ് ഇപ്പോഴും പരിശോധനകളും അന്വേഷണവും നടക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ അന്വേഷണമാണ്. നേരത്തെ തന്നെ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് തട്ടിയെടുത്ത, ഈ വാഹനത്തിൽ നിന്ന് തട്ടിയെടുത്ത തുക അമ്പിളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അമ്പിളിയുടെ പ്രവൃത്തി എന്നതാണ്. മാത്രവുമല്ല
അമ്പിളിയെ കളിയിക്കാവളിൽ എത്തിച്ചത് സുനിലാണ്. സുനിലിനൊപ്പം ഈ രാജേഷ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം കൊലപാതകത്തിന് ശേഷം അമ്പിളിയെ തിരികെ കൊണ്ടുവരാമെന്ന് സുനിൽ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും എത്തിയില്ല. സുനിൽ വാഹനവുമായി കടന്നു കളഞ്ഞു. മാത്രമല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അമ്പിളി പിന്നീട് സ്വന്തം നിലയിൽ ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് അമ്പിളിയെ പിടികൂടുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ഈ അവ്യക്തത തുടരുകയാണ്. കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇതിന്റെ ചുരുളഴിയൂ. അശ്വതി. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കളിയിക്കാവിള കൊലപാതകത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടില്ല എന്താണ് ഇതിന് കാരണം, കൊലയ്ക്ക് കാരണം എന്നുള്ളത് എന്നാണ് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാലവർഷം കനത്തതോടെ എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. വൈപ്പിൻ, എടവനക്കാടിന് പുറമെ പശ്ചിമ കൊച്ചിയിലെ പല പ്രദേശങ്ങളിലും കടൽ കയറി. കണ്ണമാലിയിലാണ് കടലാക്രമണം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ടത്. കണ്ണമാലിയിൽ വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് എടവനക്കാട് നിവാസികൾ ജൂലൈ 4 വരെ പ്രത്യക്ഷ സമരപരിപാടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ എടവനക്കാട്ട് പ്രതിഷേധം വലിയ രീതിയിൽ അവർ നടത്തിയിരുന്നു. ഇപ്പോൾ എന്തിടപെടലാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ കടലാക്രമണം, കണ്ണമാലിയിലൊക്കെ വലിയ കടലാക്രമണം രൂക്ഷമാണ് എന്നറിയുന്നു. അശ്വതി, പശ്ചിമ കൊച്ചി പ്രത്യേകിച്ച് കണ്ണമാലി ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ചെല്ലാനം ടെട്രാപോഡുകളിലേക്ക് പോകും. കാരണം ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ വേലിയേറ്റ സമയം ഉണ്ടാകുന്നത് ഈ ദിവസങ്ങളിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ രീതിയിൽ തന്നെ ഇവിടങ്ങളിലെ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കടൽ കയറിയിരുന്നു. അപ്പോൾ അവിടേക്ക് മാറ്റിയിരുന്നു. ഇനി ഒരു പക്ഷേ ഒരു 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് അവർ വീട്ടിലേക്ക് പോകും. നിലവിൽ വേലിയെ ഇറക്ക് സമയത്ത് അവർ വീടുകളിലേക്ക് ചെന്ന വീടിൻ്റെ ഒരു ക്രമീകരണം, അത് സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നത്, കൂടുതൽ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെല്ലാം ചെയ്യും, ഇതെല്ലാമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇതെല്ലാം തന്നെ മാറിക്കഴിഞ്ഞു എന്നാണ്. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിൽ ആണ് അവർ മുന്നോട്ട് പോകുന്നവരാണ് ഒരു ജനത. അവർക്ക് കടൽഭിത്തിയുടെ ഒരു നിർമ്മാണം തന്നെയാണ് അവരൊരു ശാശ്വതമായ ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവർ വൈകാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടുക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറയുകയും അലർട്ടുകൾ പിൻവലിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതലുകളോടെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാവുന്നതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പക്ഷേ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പിൻവലിച്ചു എന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് വിനോദസഞ്ചാര മേഖലകളിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മഴയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ കഴിയില്ല. ചെറുമഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. മഴ മാറി മാനം തെളിഞ്ഞാലും വെള്ളക്കെട്ടിൽ കഴിയേണ്ടി വരുന്നതിന്റെ ദുരിതമാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. കോടികൾ ചെലവഴിച്ച് നടപ്പാക്കിയ നവീകരണ പദ്ധതികൾക്കും നരക ജീവിതത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ റൺവേക്ക് സമീപം ഓൾ സെയിൻസ് കോളേജ് റോഡിലാണ്. ഈ റോഡിൽ നിന്ന് വെട്ടുകാട് പള്ളിയിലേക്ക് തിരിയുന്ന 2 ഇടവഴികളുണ്ട്. ആ വഴികളിൽ ഒന്നിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മഴ വിട്ടുനിന്നു. പൊരിയുന്ന വെയിലായിരുന്നു. പക്ഷേ ആ പൊരിയുന്ന വെയിലത്തും വെള്ളക്കെട്ടിൽ നരക ജീവിതം നയിക്കേണ്ടി വന്ന ഒരു വിഭാഗം ആളുകളുടെ ദുരിതം പ്രേക്ഷകരിലേക്ക് ഞാൻ നേരിട്ടെത്തിക്കുകയാണ്. ഈ വഴിയിൽ നിന്ന് കയറുന്ന ഭാഗങ്ങളിലൊന്നും വെള്ളമില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ പിന്നെ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയാവും. ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായി ഈ ഒരു പ്രശ്നം സജീവമായി വന്നപ്പോൾ തന്നെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വ്യാപകമായ പരാതികൾ കണക്കിലെടുത്തുകൊണ്ട് 2 കോടി രൂപ ചെലവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ. ഇപ്പോഴും കഴിഞ്ഞ 15 ദിവസമായി ഈ റോഡിൽ 50ഓളം വീടുകളിൽ ആളുകളുള്ള പ്രായമായ ആളുകൾ ഉൾപ്പെടെ താമസിക്കുന്ന ഈ റോഡിന് ഇരുവശത്തും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് അധികാരികൾ എന്തുകൊണ്ട് ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്ന ആക്ഷേപമാണ് നാട്ടുകാരടക്കം മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര നാളായി ഇവിടെ ഈ പ്രശ്നം ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇത് ഈ ഓൾ സെയിൻസ് കോളേജിന് സമീപത്തുള്ള ഈ ചെറിയ പ്രദേശം മാത്രമല്ല,
ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഈന്തിവിളാകം, ബാലനഗർ, വെട്ടുകാട് വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് വെള്ളപ്പൊക്കം രൂക്ഷമായിട്ടുള്ളത്. അവിടെ തന്നെ പ്രത്യേകിച്ച് ഈ ബാലനഗർ പ്രദേശത്ത് ഒരു മനുഷ്യന്റെ 6 അടിയോളം വെള്ളം പൊങ്ങിക്കിടക്കുക. വീടുകളിൽ ആളുകൾക്ക് അവരുടെ ശുചിമുറികളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, ഒന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അവരുടെ പാദങ്ങൾ നോക്കിക്കണ്ട വളരെ രൂക്ഷമായ വ്രണം പെട്ട് അവർക്ക് നടക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ മനുഷ്യർക്ക് ഒരു സ്ഥലത്തു നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല. 2022-2023 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ കൗൺസിലറിന്റെ നേതൃത്വത്തിൽ 2.25 കോടി രൂപ ചിലവാക്കി ഇവിടെ ഒരു ഓട നിർമ്മിച്ചു. അശാസ്ത്രീയവും ആ ധനവിനിയോഗത്തിലുള്ള ക്രമക്കേടും പ്രതിഫലിക്കുന്നതാണ് ഈ ഓട എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു അധികൃതരിൽ നിന്ന് ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്നത് നികൃഷ്ടവും ക്രൂരവുമായ പ്രതികരണമാണ്. അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമം ഉണ്ടാകുന്നില്ലേ? ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ചാൽ അത് സ്ഥായിയായ ഒരു പരിഹാരമല്ല. അത് മാത്രമല്ല, പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഓടയിലോട്ട് വെള്ളം അടിച്ചു വിടുമ്പോൾ ആ വെള്ളം തിരിച്ച് എവിടെ നിന്നാണോ അടിച്ചു കളയുന്നത് ആ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളുടെ രൂക്ഷമായ ഒരു സാന്നിധ്യം ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ആളുകളുടെ പാദം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ചേട്ടാ, ഇവിടെ ഏകദേശം എത്ര വീടുകളുണ്ട്? ഇവിടെ അത്യാവശ്യം ഒരു 1000-ഓളം വീടുകളുണ്ട്. മൊത്തം 1000-ഓളം വീടുകളുണ്ട്. 1000-ഓളം വീടുകൾ ഈ ഭാഗത്തെല്ലാമായിട്ടുണ്ട്. ഭാഗം ഈന്തിവിളാകം ഈ ഭാഗത്തെല്ലാം കൂടെ 1000-ഓളം വീടുകളുണ്ട്. അപ്പൊ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമാകാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? വർഷങ്ങളായി. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊച്ചുകാലങ്ങളിലെ ഇത് കണ്ടുപോകുന്നതാണ്. അല്ല, ഇതിന് കഴിഞ്ഞ വർഷം നമ്മൾ ഈ വാർത്ത ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ആളുകളുടെ. പിന്നീടാണ് അവിടെ ഒരു നവീകരണ പ്രവർത്തനം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോ ഇവിടെ ഒരു 15-20 ദിവസം കൊണ്ട് ഇതേ ഒരു സ്റ്റേജിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പം നിങ്ങളെ നഗരസഭ അധികൃതരെ ഈ വിവരം എല്ലാവരെയും ബന്ധപ്പെട്ട് ഒരാളുടെ ബന്ധപ്പെട്ടിട്ടും ഒരു രീതിക്ക് നമുക്കൊരു ന്യായം, ഒരു പരിഹാരമില്ല. അല്ല, ഇതിന് എന്താണ് പോംവഴി എന്നാണ് പറയുന്നത്? നമ്മൾ വെറുതെ ഒരു പരാതി ഉന്നയിക്കുന്നതിന് ഇതിനകത്തൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓൾസെൻസ് ജംഗ്ഷൻ മുതൽ വേളി കായൽ വരെ ഒരു ഓട നിർമ്മിക്കുക. അത് മാത്രമേ നമുക്കുള്ള ആദ്യമായിട്ടുള്ള ശാശ്വതമായൊരു പരിഹാരം എന്ന് വെച്ചാൽ അതാണ്. അത് നമ്മുടെ ഈ നമ്മുടെ ഓൾസെൻസ് മുതൽ വേളി കായലിലേക്കുള്ള ആ സാധനം, അതായത് പല ബൈ റോഡുകളുണ്ട്, ബൈ വഴികളുള്ള ആ ഓടുകളെല്ലാം നിർമ്മിച്ച് ഇതിനകത്ത് കണക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോവുക. അത്രേ നമുക്കുള്ളൂ. അല്ല ചേട്ടാ, ഈ പ്രായമായ ആളുകൾ അടക്കം ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഏതെങ്കിലും സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതോ ഈ കാണുന്നതാണോ കാഴ്ച? ഇതുപോലെയാണോ? അതായത് ഈ പ്രദേശത്ത് ഒരു ക്യാമ്പ് പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ സ്ഥിതി. ദുരിതാശ്വാസ ക്യാമ്പ് ഇല്ല. ഏകദേശം ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ വ്യത്യാസത്തിൽ മുട്ടത്തറ പോയ ആളുകൾ താമസിക്കണമെന്നാണ് പറയുന്നത്. അത് ആളുകൾക്ക് വളരെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഈ ഓട നിർമ്മിച്ച് ഇവിടുത്തെ ആളുകൾക്ക് സമാധാനമായി ജീവിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഓൾ സയൻസ് കോളേജ് ജംഗ്ഷനിൽ നിന്ന് മാധവപുരത്ത് പൊഴിക്കര വരെ പൈപ്പിട്ട ശേഷം അവിടെ നിന്ന് വെള്ളം ഒഴുക്കി കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ട്രാവൻകൂർ ടൈറ്റാനിയം എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനത്തിലെ ഓടയിൽ ഈ വെള്ളം ഒഴുക്കിയ ശേഷം ആ വെള്ളം കടലിലോട്ട് ഒഴുകി കളയുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ഇവിടെ പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടെ എയർപോർട്ടിന് സമീപത്തായി കാണുന്ന ഒരു പഴയൊരു വട്ടക്കായലുണ്ടായിരുന്നു. ആ വട്ടക്കായലിലോട്ട് സുരക്ഷിതമായി വെള്ളം ഒഴുക്കി കളയാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടോ അധികൃതർ ഇതിന് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. അത് മാറിയാലേ ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയാണ് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും വർഷങ്ങളായി ഈ വെട്ടുകാട് ഓൾ സയൻസ് ജംഗ്ഷനിലുള്ള 1000-ഓളം കുടുംബങ്ങൾ അവർ താമസിക്കുന്ന ഇടവഴികൾ വെള്ളക്കെട്ടിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചിത്രങ്ങളോടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദയനീയത ഉണർത്തുന്ന ദൃശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാൻ സർക്കാരിനാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എന്തായാലും ഏറെ ദുരിതം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് പ്രായാധിക്യം ചെന്ന ആളുകൾ ഉൾപ്പെടെ രോഗം പടർന്നു പിടിക്കുന്ന അവസ്ഥയിൽ ഈ വെട്ടുകാട് ഓൾ സയൻസ് ഭാഗത്ത് ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആളുകളോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ 7 കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് പ്രായമുള്ള ആളുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് 7 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ, ദൈനംദിന കാര്യങ്ങൾ നടത്താനൊക്കെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം അത് തന്നെയാണ് ഈ നാട്ടുകാർ മുഴുവൻ പ്രതീക്ഷിക്കുന്നത്. അതിന് കൃത്യമായ ഇടപെടൽ നടത്താൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.
ശരി, എന്തായാലും വലിയ ദുരിതപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. ഈ റിപ്പോർട്ട് ഞങ്ങൾ അധികാരികൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ ഈ പരാതി പറയുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മഴ ദുരിതമുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യങ്ങളൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു, ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. ഇന്നും അതുപോലെയുള്ളൊരു വാർത്ത വരുന്നത് ഗ്രേറ്റർ നോയിഡയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുവറിടിഞ്ഞ് 3 കുട്ടികൾ മരിച്ചു എന്ന വാർത്ത ഉണ്ട്. അതിലേക്ക് വിശദമായി എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക്. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. ഗ്രേറ്റർ നോയിഡയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുവറിടിഞ്ഞു വീണ 3 കുട്ടികൾ മരിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. വസന്ത് വിഹാറിൽ മതിലിടിഞ്ഞു വീണ് കുഴിയിൽ വീണ് കാണാതായ 3 തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട്. രാകേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, വലിയ മഴ ദുരിതമാണ് ഡൽഹിയിലുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? അശ്വതി, 88 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴയ്ക്കാണ് ഡൽഹി ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. കാരണം സഫ്തർജംഗിൽ രേഖപ്പെടുത്തിയത് 228 മില്ലി ലിറ്റർ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും വെള്ളം മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായി. ഏതായാലും ഇന്ന് അത്തരമൊരു സാഹചര്യമില്ല, മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 7 മണിക്ക് വന്ന അലർട്ട് പ്രകാരം 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇന്നലെ ഉണ്ടായ മഴയിൽ ദുരിതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഗ്രേറ്റർ നോയിഡയിൽ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഗ്രേറ്റർ നോയിഡ. ഗ്രേറ്റർ നോയിഡയിൽ 3 കുട്ടികൾ മരിച്ചു. അതായത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുവറിടിഞ്ഞാണ് ഈ 3 കുട്ടികൾ മരിച്ചത്. ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 8 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇതിനിടയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുവര് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഗ്രേറ്റർ നോയിഡയോട് ചേർന്നുള്ള ദാദ്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. 3 കുട്ടികൾ, അതായത് 2, 4, 8 വയസ്സുള്ള 3 കുട്ടികളാണ് ദാരുണാന്ത്യമുണ്ടായത്. ഒപ്പം ഉണ്ടായിരുന്ന 5 കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ അപകടനില തരണം ചെയ്തു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമാനമായ സംഭവം തന്നെയാണ് വസന്ത് വിഹാറിലും ഉണ്ടായത്. അവിടെയും ഇത്തരത്തിൽ കെട്ടിടം ഇടിഞ്ഞാണ് അപകടമുണ്ടായത്. അവിടെ ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി ബേസ്മെന്റിന്റെ നിർമ്മാണത്തിനായി 20 അടി താഴ്ചയിൽ ഒരു കുഴി എടുത്തിരുന്നു. ഒപ്പം ഇതിനിടയിൽ ഈ കെട്ടിടം ചുവരിടിയുകയും തുടർന്ന് തൊഴിലാളികൾ ഇതിനിടയിലേക്ക് വീഴുകയുമായിരുന്നു. ഏതാണ്ട് 10 അടിയോളം ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു. കാരണം കനത്ത മഴയാണ് ഇന്നലെ പെയ്തത്. അതുകൊണ്ട് തന്നെ 10 അടി ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു. ഇതിൽ ഒരു തൊഴിലാളിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഫയർഫോഴ്സ് അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. മറ്റ് 2 പേർ, പ്രത്യേകിച്ച് ഈ വെള്ളം വറ്റിക്കുന്ന അടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 2 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും കനത്ത മഴ ഉണ്ടായതിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം താറുമാറായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതെല്ലാം സാധാരണ നിലയിലാകുമെന്നാണ് ഇപ്പോൾ അധികൃതർ ഏതായാലും അറിയിച്ചിരിക്കുന്നത്. രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാകേഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇനി 3 മണിക്കൂറിൽ ശക്തമായ മഴ വരുന്നു എന്ന് പറയുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ വെള്ളക്കെട്ട് നീക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, നടപടികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ 12-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് കുട്ടി. രോഗം ബാധിച്ചതെന്ന് കരുതുന്ന പൊതുകുളം അണുവിമുക്തമാക്കിയ ശേഷം അടച്ചിരിക്കുകയാണ്. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അസുഖമാണ്. പെട്ടെന്ന് ആളുകളിലേക്ക് ബാധിക്കുന്നു. വളരെ ചെറിയ ആളുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ചു പേരിലേക്ക് അത് എത്തുന്നുള്ളൂ എങ്കിലും ഈ പേടിപ്പിക്കുന്ന ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ മസ്തിഷ്ക ജ്വരം. ഇപ്പോൾ ഈ കുട്ടി ചികിത്സയിലാണെന്ന് അറിയുന്നു. ഒപ്പം ഇത് ബാധിച്ച ജലാശയം അത് അണുവിമുക്തമാക്കിയെന്നും അറിയുന്നു. എന്തൊക്കെയാണ് നടപടികൾ അവിടെ തുടർ നടപടികൾ എടുത്തിട്ടുള്ളത്? ബാക്കി ആർക്കെങ്കിലും ഇങ്ങനെ ഈ രോഗമുണ്ടോ എന്ന് സംശയം ഉണ്ടായിട്ടുണ്ടോ? പരിശോധനകൾ ഏത് രീതിയിലാണ്?
അശ്വതി, അങ്ങേയറ്റം അപകടകരമായ ഒരു രോഗമായി തന്നെയാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10 മുതൽ 12-13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പലപ്പോഴും ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. നേരത്തെ 2 കേസുകളാണ് ഇത്തരത്തിൽ കോഴിക്കോട് മാത്രം ചികിത്സയ്ക്ക് എത്തിച്ചത്. ഒന്ന് മലപ്പുറം സ്വദേശിയായ ഒരു കുട്ടിയായിരുന്നു, പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വൃഥാവിലാവുകയും ഒടുക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ആ കുട്ടി മരണത്തിന് കീഴ്പ്പെടുകയുമായിരുന്നു. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ ചികിത്സ നൽകുക വരികയായിരുന്നു. പിന്നീട് 12 വയസ്സുള്ള കണ്ണൂർ സ്വദേശിനിയായ കുട്ടിയാണ് മൂന്നാറിൽ കുളിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു പൂളിൽ നിന്നും രോഗം വന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. എന്നാൽ ആ കുട്ടിയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം കോഴിക്കോട് എത്തിച്ചെങ്കിലും അവിടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൂടെ 2 ജീവനുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് കോഴിക്കോട് ഈ ഫാറൂഖ് സ്വദേശിയായി ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ 12 വയസ്സുകാരൻ ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ചികിത്സയിൽ കഴിയുന്നത്. രോഗലക്ഷണങ്ങളുമായി തിങ്കളാഴ്ചയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലകറക്കം, പനി, ഛർദിൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യം രേഖപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ആദ്യം പനിക്കുള്ള ചികിത്സ നൽകുകയും പിന്നീട് നിപ്പ പോലുള്ള പലവിധ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ തേടുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രോട്ടോക്കോളിന്റെ ഭാഗമായി ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കിയതോടെയാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ അമീബിക് ജ്വരമാണെന്ന് ഇന്നലെ കണ്ടെത്തുകയും ചെയ്തത്. അതീവ ഗുരുതരമായി തന്നെ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വസനം അടക്കമുള്ള കാര്യങ്ങൾ. നമുക്കറിയാം ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഒരു കൃത്യമായ ചികിത്സ അല്ലെങ്കിൽ ചികിത്സാ പ്രോട്ടോകോൾ നിലവിലുള്ളാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ 2 കുട്ടികൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഈ കുട്ടിക്കും രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് പനി, ഛർദിൽ, തലവേദന ഇത്തരം അടക്കമുള്ള രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ നൽകാനേ കഴിയൂ. കൃത്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എന്ന പേരിൽ മരുന്ന് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ആരോഗ്യ സംവിധാനങ്ങൾ കൃത്യമായി കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ നിരീക്ഷിച്ച് വരിക തന്നെയാണ്. ഇതിന് സമാന്തരമായി തന്നെ ഈ ഫാറൂഖിനടുത്തുള്ള അച്ചംകുളം എന്ന പൊതുകുളത്തിൽ നിന്നാണ് ഈ കുട്ടി കുളിച്ചപ്പോൾ രോഗബാധ ശരീരത്തിൽ പ്രവേശിച്ചു എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുളം പൂർണ്ണമായും അണുവിമുക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അടച്ചിടുകയും ചെയ്തു. മറ്റുള്ള ആളുകൾ ഇനി കുളം ഉപയോഗിക്കാത്ത രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതാണ് അനീഷ്, ചെയർപേഴ്സൺ, നഗരസഭാ ചെയർപേഴ്സൺ, രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ബുഷ റഫീഖിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അതിലേക്ക് പോകാം. നഗരസഭ ഈ കേസ് അറിഞ്ഞ ഉടനെ ഫസ്റ്റ് കേട്ട് നമ്മൾ കുളത്തിൽ ക്ലോറിനേഷൻ ചെയ്തു. ഇനി ഒരു അറിയിപ്പ് വരുന്നത് വരെ കുളത്തിൽ കുളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് അടച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് ഒരു ആശങ്ക വന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പ്രാദേശിക കമ്മിറ്റി വിളിച്ച് നമ്മൾ അവിടെ ഉള്ളവരെ വിളിച്ചൊരു മീറ്റിംഗ് ഇന്നലെ നടത്തി. ഈ രോഗം പകരുമോ എന്നുള്ള സംശയമാണ്. അതോട് അതിനടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഡോക്ടറെ വെച്ചിട്ടും ജയച്ചമാരെ വെച്ച് നമ്മൾ വലിയൊരു വിപുലമായിട്ടൊരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അതായത് പകരുന്നൊരു രോഗമല്ല, രോഗം സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത്. കുട്ടി ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അനീഷ, അതാണ് ഈ മസ്തിഷ്ക ജ്വരം പകരുമോ എന്നുള്ള ആശങ്കയില്ല എന്ന് അവർ പറയുമ്പോഴും ഈ ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ നിന്നുള്ള പരിശോധന നടത്താൻ സാധ്യമാണോ ഈ വിഷയത്തിൽ? പ്രത്യേകിച്ച് ഒരു അസുഖം ബാധിച്ച ശേഷമാണ്, ഒരു കുട്ടിക്ക് അത് അസുഖം ബാധിച്ച ശേഷമാണ് ഇപ്പോൾ ആ കുളത്തിൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ട്, ജലാശയത്തിൽ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായത്. നേരത്തെ അത്തരത്തിൽ ജലാശയങ്ങളിലോ വല്ല പരിശോധനയ്ക്കോ സാധ്യതയുണ്ട്? എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? അങ്ങനെയുള്ള ഒരു പരിശോധനയ്ക്ക് സാധ്യതയുടെ കാര്യമായി പറയുന്നില്ല. കാരണം പലപ്പോഴും ഇത്തരം സ്ഥിരീകരിച്ച ശേഷം ഈ ജലാശയങ്ങൾ ശുചീകരിക്കുകയും അവിടേക്കുള്ള ജനങ്ങളുടെ പ്രവേശനം തടയുകയുമാണ് സാധാരണ ഗതിയിൽ ചെയ്യുന്നത്. ഈ പലപ്പോഴും സൂക്ഷ്മമായ അണുക്കൾ പലതും അന്തരീക്ഷത്തിൽ കാണും, അല്ലെങ്കിൽ ജലത്തിലും മറ്റ് ഈ പഴങ്ങളിലും കായകളിലുമൊക്കെ ഒരുപക്ഷെ ജീവികളിലുമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവ പുറത്ത് സ്വതന്ത്രമായി നിൽക്കുമ്പോൾ ഒരു പരിശോധനയിലൂടെ പലപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ പ്രതിപ്രവർത്തനം നടത്തുകയും അത് ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുക. അങ്ങനൊരു ഘട്ടത്തിലാണ് പലപ്പോഴും പരിശോധനയിലൂടെ ഇത് തെളിയിക്കാൻ കഴിയുക. അല്ലെങ്കിൽ ആ ജലാശയത്തിലെ മൊത്തം ജലത്തെയും പരിശോധിച്ചാൽ അതിൽ നിന്ന് ഒരുപക്ഷെ ഈ രോഗാണു കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒപ്പം മറ്റു നിശ്ചയമായ കാര്യം, ഇത് ഒന്നിലധികം ആളുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഡസൻ കണക്കിന് ആളുകളിലേക്ക് പ്രവേശിച്ചാൽ പോലും എല്ലാവരുടെയും ശരീരത്തിൽ ഒരേ രീതിയിൽ ഇത് പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് കൗമാരക്കാരിലാണ് ഇത് കൂടുതൽ രൂക്ഷമായി കാണുന്നതെന്നാണ് നേരത്തെ ഈ പഠനങ്ങളൊക്കെ പുറത്തു വന്ന, അത് ആദ്യഘട്ടത്തിലൊക്കെ രോഗം സ്ഥിരീകരിച്ചപ്പോൾ പുറത്തു വന്ന പഠനങ്ങളിൽ പറയുന്നത്. ഇത് എല്ലാവരിലേക്കും ഒരുപോലെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഒരുപോലെ ശരീരത്തിൽ പ്രതിപ്രവർത്തനം നടത്തുകയോ ചെയ്യുന്നില്ല. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളിലാണ് കൂടുതലായി ഈ രോഗം കണ്ടുവരുന്നത് എന്നാണ്
അതായത് മൂന്നാറിലെ കുളത്തിൽ അല്ലെങ്കിൽ ഈ അച്ചം കുളത്തിലും എല്ലാ പ്രായ ശ്രേണിയിലുമുള്ള ആളുകൾ കുളിച്ചാലും ഒരുപക്ഷെ അവർക്കൊക്കെ രോഗലക്ഷണങ്ങൾ പ്രകടമാകണമെന്ന നിർബന്ധമില്ല. ഒരു കുട്ടിയിലോ അല്ലെങ്കിൽ മറ്റൊരാളിലോ ഒക്കെ ആവും ഒരുപക്ഷെ ഇത് കാണാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാലും അത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത് നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ജനങ്ങളിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു, ഇതൊരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുമോ, ആ കുളത്തിൽ കുളിച്ച എല്ലാവർക്കും ഈ രോഗം വരുമോ, ഈ രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നടക്കമുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്കകളൊക്കെ ഈ രാമനാട്ടുകര ഭാഗത്ത് ദൂരീകരിക്കപ്പെട്ട് ആ രീതിയിലുള്ള ബോധവൽക്കരണം ഈ ഡോക്ടർമാരെ നേരിട്ട് എത്തിച്ച് നടത്തിയെന്നാണ് ആ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഈ കുളത്തിൽ കുളിച്ച ആളുകളുടെ പട്ടിക ഇതിനകം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി ദൈനംദിനം വിലയിരുത്തി വരുന്നു. അവരുടെ ഒരു പട്ടികയിൽ അനുസരിച്ച് എന്തെങ്കിലും പനിയോ ജലദോഷമോ തലവേദനയോ ഛർദിലോ പോലെയുള്ള ഈ മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ടും ഈ കുളിച്ച ആളുകളുടെ ആരോഗ്യനില ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും മറ്റ് ആരിലും ഭാഗ്യവശാൽ ഇതുവരെ രോഗബാധ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് നേരിയ ആശ്വാസം. പക്ഷേ മറുവശത്ത് കുട്ടിയെ അതീവ ഗുരുതരമായി ജീവൻ നിലനിർത്താനായി കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച, അങ്ങേയറ്റം സങ്കടകരമായ ഒരു 12 വയസ്സുകാരൻ്റെ കാഴ്ചയാണ് മറുവശത്തുമുള്ളത്. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 3 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ തിളച്ച ചായ ഒഴിച്ചത് മുത്തശ്ശനല്ലെന്ന് പോലീസ്. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണെന്ന് കണ്ടെത്തൽ. കുട്ടി വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചതോടെയാണ് പാത്രം തെന്നി വീണത്. സംഭവ സമയം മുത്തശ്ശൻ വീട്ടിൽ ഇല്ലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇക്കാര്യം ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ഇതോടെ മുത്തശ്ശനെ മണ്ണന്തല പോലീസ് വിട്ടയച്ചു. ഈ വിഷയത്തിൽ ആദ്യം മുത്തച്ഛൻ കുട്ടിയുടെ ശരീരത്തിലേക്ക് തിളച്ച ചായ ഒഴിച്ചു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ, അച്ഛൻ്റെ ആരോപണം ഉണ്ടായിരുന്നത്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നുള്ളതിന് അന്വേഷണം നടത്തേണ്ടതുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടത്. എന്തായാലും ആ മുത്തച്ഛൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പുറത്തായിരുന്നു എന്നുള്ളതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു യാത്ര പോകാം. തലസ്ഥാന നഗരത്തിലെ 25 റോഡുകൾ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു എന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞത്. ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ല എന്ന കുറ്റപ്പെടുത്തലും മന്ത്രി നടത്തി. മന്ത്രി പറഞ്ഞ റോഡുകളിലൂടെ മാധ്യമങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ കാഴ്ചകൾ കാണാൻ നമുക്ക് പോകാം. യഥാർത്ഥ കാഴ്ച ഇതാ നിങ്ങളിലേക്ക്. ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായി കഠിനാധ്വാനത്തോടു കൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അറിയാം സാർ. കാരണം ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും സാർ. ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സാർ? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തലസ്ഥാന നഗരിയിലെ 28 റോഡുകളിൽ 25 റോഡുകളും കൃത്യമായി തന്നെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. എന്തായാലും മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ കൃത്യമായി ഈ റോഡുകളൊക്കെ പണി കഴിപ്പിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ട് പോലും അതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. എന്തായാലും മന്ത്രി പറഞ്ഞില്ലേ, ആ റോഡുകളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ചിട്ട് വരാം, എങ്ങനെയുണ്ട് ഗുണനിലവാരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. സ്പെൻസർ ജംഗ്ഷൻ AKG ജംഗ്ഷൻ റോഡ് 21/3 തുറന്നു കൊടുത്തു. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ റോഡുകൾ പരിശോധിക്കാനായി നമ്മൾ എത്തിയിരിക്കുന്നു. ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് സ്പെൻസർ ജംഗ്ഷൻ മുതൽ AKG സെന്റർ വരെയുള്ള ഈ റോഡാണ്. ഈ റോഡെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകിയെന്നാണ് മന്ത്രി അവകാശപ്പെട്ടത്. നിയമസഭയിൽ അത് പറയുകയും ചെയ്തത്. ആ റോഡിന്റെ അവസ്ഥയാണിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ റോഡ് തുറന്നു നൽകിയെന്ന് മന്ത്രി പറയുന്നത് സത്യമാണ്. റോഡ് തുറന്നു നൽകിയിട്ടുണ്ട്, പക്ഷേ പ്രവൃത്തികളൊന്നും തന്നെ പൂർത്തീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും മന്ത്രി ഈ റോഡൊന്ന് പരിശോധിക്കുന്നത്, നേരിട്ടെത്തി പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ പറയുന്നതല്ല കള്ളമെന്ന് അപ്പോൾ അതിന്റെ നിജസ്ഥിതി മന്ത്രിക്ക് തന്നെ ബോധ്യപ്പെടും.
എന്തായാലും നമുക്കിനി അടുത്ത റോഡ് പരിശോധിച്ചിട്ട് വരാം. ജനറൽ ആശുപത്രി വഞ്ചൂർ റോഡ്, ജനറൽ ആശുപത്രി മുതൽ മാതൃഭൂമി റോഡ് വരെ 27/5/2024 ശേഷിക്കുന്ന ഭാഗം 19/6/2024 തുറന്നുവിടും. ഇതാണ് മന്ത്രി പറഞ്ഞ രണ്ടാമത്തെ റോഡ്. വഞ്ചൂർ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള ഈ ഒരു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. കാരണം ഓടയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല. ഈ PWയുടെ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പലയിടത്തും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ടാറ് ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഒരു വലിയ മഴ പെയ്താൽ ഇളകിപ്പോകാവുന്ന തരത്തിലുള്ള ടാറിങ്ങാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മന്ത്രി പറയുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാണ്. സ്മാർട്ടാവാൻ റോഡും തയ്യാറായിരിക്കുന്നു, അത്തരത്തിൽ റോഡുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സഭയിൽ മന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ ടാറിംഗ് കണ്ടിട്ട് ജനങ്ങൾ നിങ്ങൾ തന്നെ അതിനോടുള്ള പ്രതികരണം നൽകുക. കാരണം ഇതൊക്കെ ആണോ സ്മാർട്ടായിട്ടുള്ള റോഡുകളെന്ന്. ഓവർബ്രിഡ്ജ് ഉപ്പിടാമൂട് റോഡ് 170 മീറ്റർ ഒഴികെ ടാർ ചെയ്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഇപ്പോൾ പറഞ്ഞ ആ വാക്കുകളിൽ നിന്നുള്ള ഉപ്പിടാമൂട് മുതൽ ഓവർബ്രിഡ്ജ് വരെയുള്ള ആ റോഡാണ് ഈ കാണുന്നത്. ഇനി ഏകദേശം 170 മീറ്റർ കൂടി മാത്രമേ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാനുള്ളൂ എന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള 170 മീറ്ററിൽ ഒരു സൈഡ് മാത്രം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഇപ്പോഴും പൂർത്തീകരിക്കാതെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനപ്പുറം 170 മീറ്ററിനപ്പുറത്തേക്ക് എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി, മന്ത്രി പറഞ്ഞത് ശരിയാണോ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. പൂർത്തീകരിക്കാൻ ഇനി 170 മീറ്റർ കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ ആ റോഡിന്റെ അവസ്ഥയാണിത്. ഒരു തരത്തിലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ഒരു ഏകദേശം 90% പ്രവൃത്തികളും ഇനി ഈ റോഡിന് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നു നൽകിയെന്നാണ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും മന്ത്രി ഉദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കാതിരിക്കുക, നേരിട്ട് ഈ പ്രദേശങ്ങൾ വന്ന് ഈ റോഡുകൾ വന്ന് നേരിട്ട് കണ്ട് നിജസ്ഥിതി മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്. ഇതിപ്പോ തുറന്നു കൊടുത്ത് എന്ന് പറഞ്ഞത് ഇതിപ്പോ കണ്ടില്ലേ, ഇത് തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് ഭാഗമാണ് ഇപ്പോൾ ടാറിട്ട് നിലവിൽ നിർത്തിയിട്ടുള്ളത്. ഇനി കുറച്ച് ഭാഗങ്ങൾ ഇനിയും ബാലൻസ് പണിയുണ്ട്. ഇവര് പെട്ടെന്ന് തന്നെ തീർക്കും എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളത് ഇനി നേരെ കണ്ടുവരണം. BJT ഹോൾ ഫ്ലൈ ഓവർ റോഡ് 1/2/2024 തുറന്നു കൊടുത്തു. മന്ത്രി പറഞ്ഞ മറ്റൊരു റോഡാണിത്. BJT ഹാൾ മുതൽ ഫ്ലൈ ഓവർ വരെ നീണ്ടുകിടക്കുന്ന ഈ ഒരു റോഡ് കൃത്യമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ റോഡ് സ്മാർട്ടായി എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായി സ്മാർട്ടായി എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും തന്നെ സ്മാർട്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇനി പണി പൂർത്തീകരിക്കാനുള്ളത് ഈ റോഡിന്റെ ഇരുവശത്തുള്ള ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി കഴിയാനുള്ളത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലായിട്ട് പൂർത്തീകരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി റോഡുകൾ നമ്മൾ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. അതിൽ മന്ത്രി പറഞ്ഞ ഒരു റോഡ് മാത്രമാണ് ഇപ്പോൾ പണി പൂർണ്ണമായും കഴിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ചാറ്റ്യൂ ജനറൽ ആശുപത്രി റോഡ് 1/4/2024 തുറന്നു. സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ് മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാരണം ഗതാഗതത്തിനായി ഈ ഒരു റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭാഗികമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഈ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
കാരണം റോഡിന്റെ ഇരുവശത്തുമുള്ള ഓടയുടെ നിർമ്മാണം ഇതുവരെയും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഭാഗികമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇതുമൂലം കാൽനട യാത്രക്കാർ വളരെയധികം ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. കിള്ളിപ്പാലം അട്ടകുളങ്ങര റോഡ് 2 വരിപ്പാത 14/4/2024 തുറന്നു കൊടുത്തു. മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, 2 വരിപ്പാത അത് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകിയെന്ന് പറഞ്ഞ ആ റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. എന്റെ ഇപ്പുറത്ത് കാണുന്നതാണ് ഈ പറഞ്ഞ 2ാമത്തെ വരി. ഇവിടെ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം കേൾക്കരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുകയാണ്. മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിലേക്ക് വന്നു നോക്കാൻ. മന്ത്രി നേരിട്ടെത്തി നോക്കുക ഇവിടുത്തെ അവസ്ഥ. കാരണം ഈ റോഡ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ വന്നു പോകുന്ന വളരെ തിരക്കേറിയ ഒരു പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ ഒരു വളരെ ദുരവസ്ഥയാണ് നമ്മൾ ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത്തരത്തിൽ ദുരന്തപൂർണമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുക. ഇത് എങ്ങനെ ഞങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കാൻ സാധിക്കും? അത് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും വേണം. സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ കള്ളമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ആൽത്തറ മുതൽ ചെന്തിട്ട വരെയുള്ള CV രാമൻപിള്ള റോഡ് മാർച്ച് മാസം മുതൽ തന്നെ ഘട്ടം ഘട്ടമായി തുറന്നു കൊടുത്തു. നിലവിൽ ഗതാഗത നിയന്ത്രണമൊന്നും ഈ റോഡിലില്ല. ചെന്തിട്ട മുതൽ ആൽത്തറ മൂട് വരെ ഏകദേശം 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ റോഡിന്. ഈ റോഡിന്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അങ്ങോട്ടെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ഏകദേശം 95% പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അത് നമ്മൾ എടുത്തു പറയുകയും തന്നെ ചെയ്യും. എന്തായാലും ഇനി കുറച്ച് പണികൾ മാത്രമാണ് ഈ റോഡിൽ ബാക്കിയുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 3 കിലോമീറ്ററും ഇതേ അവസ്ഥ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. ദൃശ്യങ്ങൾ കണ്ടല്ലോ, ആ 3 കിലോമീറ്ററിന്റെ ബാക്കിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഘട്ടം ഘട്ടമായി ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് തുറന്നു നൽകിയെന്ന് മന്ത്രി പറഞ്ഞ ആ റോഡിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഘട്ടം ഘട്ടമായി ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. സർ, മാനവീയം വീതിയും കലാഭവമണി റോഡും ഓഗസ്റ്റ് 2023 ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. തലസ്ഥാനത്തെ സാംസ്കാരിക ഇടനാഴി മാനവീയം വീതി. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ കണ്ണും പൂട്ടി അക്ഷരാർത്ഥത്തിൽ പറയാം, അത്രയ്ക്കും കീറുകൃത്യമാണ് ഇവിടുത്തെ നിർമ്മിതി. കാരണം റോഡുകൾ ലോകോത്തര നിലവാരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത്രയ്ക്കും മനോഹാരിതയാണ് ഈ ഒരു പ്രദേശത്ത് നമുക്ക് എത്തുമ്പോൾ അനുഭവപ്പെടുന്നത്. ഒരിക്കലെങ്കിലും ഇവിടെ വന്നു പോകാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്. പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കിയ മറ്റൊരു റോഡാണ് ഈ കാണുന്നത് കലാഭവൻ മണി റോഡ്. ഏറെക്കാലം ജനങ്ങൾക്ക് വലിയ ദുരിതമായിരുന്നു ഈ റോഡ് സമ്മാനിച്ചതെങ്കിൽ ഇപ്പോൾ വളരെ ഭംഗിയായി വളരെ മനോഹരമായി ഇവിടുത്തെ നിർമ്മിതി പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു തന്നെ പറയണം. ബേക്കറി ജംഗ്ഷൻ ഫോറസ്റ്റ് ഓഫീസ് റോഡിൽ ഫോർമേഷൻ പണി പുരോഗമിക്കുന്നു. ഇപ്പം മന്ത്രി പറഞ്ഞ റോഡിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫോർമേഷൻ പണി പുരോഗമിക്കുകയാണ് എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു തരത്തിലും ഒരു പ്രാഥമിക ഘട്ടം പോലും എത്തിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർ, തൈക്കാട് ഹൌസ് കീഴേ തമ്പാനൂർ മോഡൽ സ്കൂൾ മുതൽ ശാസ്ത ക്ഷേത്രം വരെ 15/4/2024 തുറന്നു കൊടുത്തു. ഈ പറഞ്ഞ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കീഴേ തമ്പാനൂർ മുതൽ തൈക്കാട് ഹൌസ് വരെ അതിൽ ആദ്യഘട്ടം പൂർത്തീകരിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതായത് മോഡൽ സ്കൂൾ മുതൽ ഈ കാണുന്ന ശാസ്ത ക്ഷേത്രം വരെ. അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഇതുവരെയും 50% കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ബാക്കിയുള്ള ഈ റോഡുകളിൽ
ഇതുവരെയും ഒരു 30% പണി പൂർത്തീകരിക്കാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ നൽകുന്ന അനുഭവം. മന്ത്രി പറഞ്ഞ പോലെ എല്ലാ റോഡുകളും ഞങ്ങൾ പരിശോധിച്ചു. നിജസ്ഥിതി എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തുറന്നു കാട്ടുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ഇനിയും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് മിഥുൻ കാണിച്ച ആ റോഡുകളെ കുറിച്ചാണ് മന്ത്രി പറഞ്ഞത്. ഇതാണ് അവിടെ നടന്നിരിക്കുന്ന പണി. പലയിടത്തും പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഇത് ഈ പൂർത്തിയായ കാര്യമൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നില്ല, ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന വിമർശനം വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര നടത്തിയതും പ്രേക്ഷകരിലേക്ക് ആ റോഡിന്റെ അവസ്ഥ കാണിച്ചതും. എന്തായാലും മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ മോർണിംഗ് വൈബ്സ് പൂർണ്ണമാകുന്നതിന് മുൻപ് ഒരു ഓർമ്മ ദിനമാണ് ഇന്ന്. ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട, ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന, മാധ്യമപ്രവർത്തകനായിരുന്ന സനിൽ ഫിലിപ്പ് ഓർമ്മയായിട്ട് ഇന്ന് 8 വർഷം തികയുകയാണ്. സനിലേട്ടനെ കുറിച്ച് ഓർക്കാത്ത മാധ്യമപ്രവർത്തകരാരും ഉണ്ടാകില്ല. നിരവധി ചാനലുകളിൽ, റിപ്പോർട്ടറടക്കം നിരവധി ചാനലുകളിൽ പ്രവർത്തിച്ച്, ജയ്ഹിന്ദ് അടക്കം നിരവധി ചാനലുകളിൽ പ്രവർത്തിച്ചിരുന്ന സനിലേട്ടൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ജൂൺ 29-നാണ് ഒരു അപകടത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. സനിലേട്ടൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടി പ്രതിപക്ഷ